എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളും ശരിയാകും. ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടോളൂ. അടിപൊളി കഥയാണ്. കഥയുടെ തുടക്കത്തിൽ തന്നെ മേരി പതിവ് പോലെ രാവിലെ അടുക്കളവാതിൽ തുറന്ന് അകത്ത് കയറി യജമാനത്തിക്ക് കാപ്പിയിട്ട് മുറിയിലേക്ക് നടന്നു. മുറിയുടെ വാതിൽ തുറന്നതും കയ്യിലെ കപ്പ് താഴെ വീണ് പൊട്ടിയതും ഒന്നിച്ചായിരുന്നു. മേരിയുടെ നിലവിളിയിൽ അയൽവാസികൾ ഉണർന്നു. അത്ര ഭീകരമായിരുന്നു ആ മുറിയിലെ കാഴ്ച. പ്രായമായ വൃദ്ധ ദമ്പതികളുടെ ചിത്രത്തിന് മുമ്പിൽ കട്ടിലിൽ കുമ്പിട്ടിരിക്കുന്ന 30 പിന്നിട്ടൊരു യുവതി. ചുറ്റും രക്തം വാർന്ന് തലം കെട്ടി കട്ട പിടിച്ചിരിക്കുന്നു. മുൻപിലിരിക്കുന്ന ചിത്രത്തിനോടടുത്തേക്ക് യുവതിയുടെ കൈകൾ നീണ്ടിരിക്കുന്നു. വലത് കൈയിലെ തള്ളവിരൽ അകത്തേക്ക് മടക്കിയും വെക്കപ്പെട്ടിരിക്കുന്നു. കഴുത്തിൽ നിന്നും കൈകളിൽ നിന്നും ചോര വാർന്നതിന് വെളുത്ത ബെഡ്ഷീറ്റ് സാക്ഷികൾ. വലതുവശത്തെ മേശയിൽ കിരീടധാരിയായ യേശുക്രിസ്തുവിന്റെ ചിത്രം. മുൻപിൽ ഉരുക്കിത്തീർന്ന 4 മെഴുകുതിരികൾ. രക്തത്തിന്റെയും പുകഞ്ഞു തീർന്ന ചന്ദനത്തിരികളുടെയും മിശ്രിത രൂക്ഷഗന്ധം മുറിയിലാകെ പരന്നിരുന്നു. പാലോട് തറവാടിന്റെ മുറ്റത്ത് സൂര്യപ്രകാശം കൂടി വരുന്നതിനോടൊപ്പം ജനങ്ങളും വിരച്ചു വന്നു. അമ്പലപ്പുഴ നിവാസികൾ ഉണർന്നത് തന്നെ ഈ അരിങ്കൊല കേട്ടുകൊണ്ടായിരുന്നു. പോലീസും ഫോറൻസിക് വിദഗ്ധരും അവരുടെ ജോലികളിൽ മുഴുകി. മേരി അയൽപക്കത്തെ രമചേച്ചിയുടെ മടിയിൽ അവശതയോടെ അടുക്കള ഭാഗത്ത് ചാഞ്ഞിരുന്നു. കണ്ണുകളിൽ ഭയമുണ്ടായിരുന്നു. മാധ്യമപ്പടകൾ മുറ്റത്ത് അണിനിരന്നു. "ആ അനിത, ഏകദേശം 30 പ്രായമുള്ള സ്ത്രീയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. നാട്ടുകാരുടെ വാക്കുകളിൽ നിന്നും അതിക്രൂരമായ രീതിയിലാണ് കൊലപാതകം നടന്നിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. മാധ്യമങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കരുതെന്ന രീതിയിൽ ഞങ്ങളെവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അമ്പലപ്പുഴയിലെ ഈ സംഭവം കൂടി പോലീസിന് ചുരുളഴിക്കാൻ കഴിയാത്ത 4ാമത്തെ കൊലപാതകമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അനിത." നാട്ടുകാർക്കിടയിലൂടെ മൈക്കിൽ ഘോരം പ്രസംഗിക്കുന്ന റിപ്പോർട്ടർ യുവതി. അതേസമയം DGP രാധാകൃഷ്ണ മേനോന്റെ അധ്യക്ഷതയിൽ ആലപ്പുഴ ജില്ലാ പോലീസ് ആസ്ഥാനത്ത് അടിയന്തര യോഗം തുടങ്ങിയിരുന്നു. ADGP ജനനി വാര്യർ, ദക്ഷിണ മേഖല IG ജോർജ് ഉമ്മൻ, കൊച്ചി സിറ്റി IG അശോക് കുമാർ തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥർ ആസ്ഥാനത്തെ തിരക്കിട്ട ചർച്ചയിൽ തലപുകച്ചു. ആഭ്യന്തര വകുപ്പിന്റെ ശാസനം വന്നിരിക്കുന്നു. ഇനിയും പുരോഗതിയില്ലെങ്കിൽ കേസ് ക്രൈംബ്രാഞ്ചിന് നൽകാൻ ഉത്തരവിറക്കും. DGPയുടെ വാക്കുകൾ ഉയർന്നു. "സാർ, ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്നാണ് എനിക്കും പറയാനുള്ളത്." ADGP ജനനിയുടെ ഈ വാക്കുകൾ മറ്റുള്ളവരെ രോഷാകുലരാക്കി. ക്രൈംബ്രാഞ്ച് തലവന്റെ അഭാവത്തിൽ അതിന്റെ ഹെഡ് കൂടി ആയതുകൊണ്ടാണ് മിസ് ADGP ഇങ്ങനെ പറയുന്നത്. IG ജോർജ് ഉമ്മൻ പുച്ഛിച്ചു പറഞ്ഞു. "എല്ലാം ക്രൈംബ്രാഞ്ചിന് വിട്ടാൽ ലോ ആൻഡ് ഓർഡർ വിങ് ഇവിടെ എന്ത് പ്രസക്തി?" "സാർ, ക്രൈംബ്രാഞ്ചിന് പൂർണ്ണമായും വിടാനല്ല ഞാൻ ഉദ്ദേശിച്ചത്," ജനനി പറഞ്ഞു. "മനസ്സിലായില്ല." DGPയുടെ മുഖത്ത് ആകാംക്ഷ നിറഞ്ഞു. ജനനി തുടർന്നു. CBCID വിങ്ങിലെ ഹോമിയോസൈഡ് കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ ടീം, അതിൽ പഴയ ടീമിനെയും നിലനിർത്താം. എല്ലാവരുടെയും മുഖങ്ങൾ ഒന്ന് തണുത്തു. "സാർ, അങ്ങനെയെങ്കിൽ നിലവിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഇന്നത്തെ റിപ്പോർട്ട് കൂടി വന്ന ശേഷം," അശോക് കുമാർ കൂട്ടിച്ചേർത്തു. അതേ നിമിഷം തന്നെ നിലവിലെ ടീം ലീഡർ DYSP സണ്ണി ജോസഫ് പുതിയ കേസ് റിപ്പോർട്ടുമായി എത്തിച്ചേർന്നു. "മിസ്റ്റർ DYSP, എനി പ്രോഗ്രസ്?" DGPയുടെ ചോദ്യത്തിൽ പുച്ഛം കലർന്നിരുന്നു. "സോറി സാർ, നോ ഫിംഗർ പ്രിന്റ്സ്, നോ അതർ എവിഡൻസ്." അത് പറയുമ്പോൾ സണ്ണിയുടെ മുഖം താഴ്ന്നിരുന്നു. "ഊഹിച്ചു സാർ, ആദ്യ 3 കൊലപാതകങ്ങളുമായുള്ള ചില സിമിലാരിറ്റി പ്രകടമാണ്. വീടിന്റെ മുൻവാതിൽ അടഞ്ഞിരുന്നുവെങ്കിലും കുറ്റിയിട്ടിരുന്നില്ല. ബോഡി കിടന്നിരുന്ന മുറികളിലെ ടേബിളിൽ യേശുക്രിസ്തുവിന്റെ ചിത്രവും ഉരുകിത്തീർന്ന മെഴുകുതിരിത്തിരികളും, കഴുത്തിലെയും കൈകളിലെയും മുറിവുകൾ, വെള്ളക്കിടക്കവിരി, 4 പേരും സ്ത്രീകൾ, ക്രിസ്ത്യാനികൾ. പക്ഷേ എല്ലാവരും മുഖത്ത് ചോദ്യമുയർത്തി. സണ്ണി തുടർന്നു. "പക്ഷേ ഈ 4 പേരും തമ്മിൽ യാതൊരു പരിചയവുമില്ല, സാമ്യങ്ങളുമില്ല. ഏക സാമ്യം മരിക്കുമ്പോൾ ആ വീടുകളിൽ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് മരിച്ച കാതറിൻ കുറച്ച് നാളുകളായി ഒറ്റയ്ക്കായിരുന്നു. സാർ, ഒരുപക്ഷെ ഇത് ചെയ്യുന്നത് ഒരാളല്ലെങ്കിലോ? ഒരു കൂട്ടം മതഭ്രാന്തന്മാരാണെങ്കിൽ? ലൈക്ക് സ്ലീപ്പർ സെൽസ് പോലെ?" ശത്രുക്കൾ പൊതുവെ ഇല്ലാത്ത സമൂഹത്തിലെ സാധാരണ യുവതികൾ ഇരയാകുന്ന ഈ കൊലപാതകങ്ങൾക്കൊന്നിലും കുറ്റവാളിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു തുമ്പുമില്ല സാർ. നമ്മൾ പോലീസ് ഇവിടെ നോക്കൂത്തിയാണ്. "സണ്ണി, നിങ്ങളിങ്ങനെ ഇറസ്പോൺസിബിളായിട്ട് കാര്യമില്ല. നമുക്കൊരു വേറെ ഓപ്ഷനും കൂടിയുണ്ട്. ഒരു പുതിയ ടീം, പുതിയ ഹെഡ്. നിങ്ങൾ അയാളെ അസിസ്റ്റ് ചെയ്യുക." "സാർ, അങ്ങനെയെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്." CBCID കണ്ണൂർ SP അഖിൽ ഡേവിഡ് IPS. ഹോമിയോസൈഡ് കേസുകളിൽ അയാളുടെ വൈദഗ്ധ്യം പ്രശംസനീയമാണ്. ADGP ജനനി ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. അതേസമയം DYSP സണ്ണിയുടെ മുഖം ചുവന്നു. പല ഉദ്യോഗസ്ഥരും അയാളെ ചെറുചിരിയോടെ നോക്കി. "സാർ, കഴിയുമെങ്കിൽ എന്നെ ആ ടീമിൽ നിന്നും ഒഴിവാക്കുക," സണ്ണി ദേഷ്യത്തിൽ അപേക്ഷിച്ചു. "മിസ്റ്റർ, നിങ്ങളുടെ കുടുംബവഴക്ക് കാണിക്കാനുള്ള ഇടമല്ലത്," ADGP പറഞ്ഞു നിർത്തി. "പിന്നെ നീ നിന്റെ സുപ്പീരിയേഴ്സിനെ അനുസരിക്കണം. നിങ്ങൾ മിസ്റ്റർ അഖിലിനെ അസിസ്റ്റ് ചെയ്തേ മതിയാകൂ." DGPയുടെ ശബ്ദം ഗർജനമായി. "യെസ് സാർ," സണ്ണി പിന്നിലായി കൈ ചുരുട്ടി.
സാർ, ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് അഖിൽ അയാളുടെ ഭാര്യയ്ക്ക് എന്തോ സുഖമില്ലാത്തതിനാൽ ഒരു മാസത്തെ ലീവിലാണെന്നാണ്. ജനനി അത് പറഞ്ഞുകൊണ്ട് സണ്ണിയെ നോക്കി. ദേഷ്യത്തോടെ നിന്ന സണ്ണിയുടെ മുഖത്ത് നേരിയ അനുകമ്പയും ഞെട്ടലും വെളിവായി. ചിലർ അത് ശ്രദ്ധിച്ചു. മിസ് ജനനി, നിങ്ങൾ ഇപ്പോൾ തന്നെ ഉത്തരമേഖല ഐജിയുമായി സംസാരിച്ച് അഖിലിന്റെ സേവനം ഉടൻ തന്നെ ഉറപ്പാക്കാൻ ഉത്തരവിടണം. നാളെ രാവിലെ 10-ന് പുതിയ ടീം ഇവിടെ സജ്ജമായിരിക്കണം. ആഭ്യന്തരമന്ത്രിയുടെ അനുമതി എനിക്ക് വിട്ടേക്കൂ. DGP ഉത്തരവിടുമ്പോൾ ADGP തികഞ്ഞ ആത്മവിശ്വാസത്തിൽ സല്യൂട്ട് ചെയ്തു. കണ്ണൂരിലെ അഖിലിന്റെ വീട്. ഞാനറിയാം. സെലിൻ മുടി കെട്ടിവെച്ചുകൊണ്ട് പറഞ്ഞു. നീ പോയി കിടക്ക് സെലി, ഞാനിപ്പോൾ ലീവിലല്ലേ. അഖിൽ ക്യാരക്ടർ ചെയ്യുന്ന തിരക്കിലാണ്. ശരീരത്തിനല്ലല്ലോ ചായ റെസ്റ്റ് വേണ്ടത്, മനസ്സിനല്ലേ. സെലിന്റെ ശബ്ദം ഇടറിയപ്പോൾ അഖിലിന്റെ കൈകൾ നിശ്ചലമായി. കണ്ണുകൾ നിറഞ്ഞു നിന്നിരുന്ന അവളെ അവൻ മാറോടണച്ചു. ഇച്ചായ, നമുക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിന്നാലോ? ഈ വീട് എനിക്കിവിടെ, നമുക്കിവിടെ നിന്ന് പോകാം ഇച്ചായ. അവൾ അവനെ ഇറുക്കി പിടിച്ചു. അവരുടെ പശ്ചാത്തലത്തിൽ അടുക്കളവാതിലിലൂടെ പ്രകടമാകുന്ന ഹാളിലെ പ്രശസ്തമായ കണ്ണുനീർ പൊഴിക്കുന്ന ആൺകുട്ടിയുടെ പെയിന്റിംഗ്. മൊബൈൽ ഫോണിന്റെ ശബ്ദം അവരെ ആലിംഗനത്തിൽ നിന്നും ഉണർത്തി. അഖിൽ ഫോണെടുത്ത് ഹലോ പറഞ്ഞ് പുറത്തേക്ക് പോയി. സെലീന കണ്ണുകൾ തുടച്ച് നെടുവീർപ്പിട്ടുകൊണ്ട് അടുക്കളയിലെ ജോലികളിൽ മുഴുകി. ഫോൺ സംഭാഷണത്തിന് ശേഷം തിരികെ വന്ന അഖിലിന്റെ മുഖത്തെ തെളിച്ചക്കുറവ് സെലീന ശ്രദ്ധിച്ചു. എന്താ ചായ, ആരാ വിളിച്ചേ? IG സുകുമാരൻ സാറ്. നാളെ മുതൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹെഡാണ് ഞാൻ. അതിനെന്താ ഈ വല്ലായ്മ? എത്ര നാളെന്ന് വെച്ച ഇച്ചായൻ ഇങ്ങനെ വീട്ടിൽ? അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു. ഇവിടെയല്ല കേസന്വേഷണം. SI വിനോദ് നമുക്കുള്ള ടിക്കറ്റുമായി ഇപ്പോൾ എത്തും. ഇച്ചായ, ഒന്നോർത്താൽ ഇതാണ് നല്ലത്. ഇവിടുന്ന് മാറി നിൽക്കാം. നാളെ രാവിലെ 10-ന് ആലപ്പുഴ CB ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യണം. ആലപ്പുഴ? സെലിന്റെ ചോദ്യത്തിൽ ഞെട്ടലുണ്ടായിരുന്നു. സണ്ണിയാണ് എന്നെ അസിസ്റ്റ് ചെയ്യുന്നത്. സെലിന്റെ കണ്ണുകൾ മെല്ലെ ഇറനണിഞ്ഞു. അഖിൽ അവളെ ചേർത്ത് പിടിച്ചു. പഴയ നാട്ടുരാജാക്കന്മാരുടെ സൗധങ്ങളുടെ പ്രൗഢി തോന്നിപ്പിക്കുന്ന വീടിന്റെ മുന്നിലേക്ക് ഒരു പോലീസ് വാഹനം വന്നു നിൽക്കുന്നു. അതിൽ നിന്നും ഇറങ്ങി വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന DYSP സണ്ണി. കോപത്താൽ ചുവന്നു തൊടുത്ത മുഖം, കണ്ണുകൾ കലങ്ങിയിരുന്നു. ഇത്രയും തേങ്ങയാണ് ഉള്ളോടോ? മുറ്റത്തെ നാളികേരക്കൂന നോക്കി കാര്യസ്ഥൻ ദേവസ്യയോടായി സണ്ണി ആക്രോശിച്ചു. പകുതി തെങ്ങ് കയറിയുള്ളൂ കുഞ്ഞെ, തെങ്ങ് കയറാൻ ആളില്ല, വരുന്നവർക്ക് പത്രാസും. തെങ്ങ് കയറി നടക്കുന്നവനും കടക്ക ഉദ്യോഗം വേണം. എന്തെന്നില്ലാത്ത അരിശം കൊണ്ട് സണ്ണി അകത്തേക്ക് പോയി. ഒന്നും മനസ്സിലാകാതെ ദേവസ്യ അന്താടിച്ചു നിന്നു. അകത്ത് കയറിയതും കയ്യിലെ തൊപ്പി മേശമേലെറിഞ്ഞ് സണ്ണിയെ വരവറിയിച്ചു. എന്താ ഇച്ചായ? ജാൻസി ശബ്ദം കേട്ട് ഓടി വന്നു. ഹാളിൽ തന്നെ വലത്തെ അറ്റത്തായി ചാരുകസാരയിൽ ഇരിക്കുന്ന അന്നമ്മയുടെ അടുത്ത് ചെന്ന് സണ്ണി നിന്നു. അവളും അവന് ഈ നാട്ടിൽ ഉണ്ടമ്മച്ചി. ഇനി ആരെ കാണരുതെന്ന് ഞാൻ ആഗ്രഹിച്ചോ അവന്റെ കൂടെ ജോലി ചെയ്യണം. സണ്ണി പടികൾ കയറി പോകുന്നത് നോക്കി ചാരുകസാരയിൽ അമ്മച്ചിയിരുന്നു. ആ കണ്ണുകൾ നിറയുന്നത് ജാൻസി കണ്ടു. CB ഓഫീസ് ആലപ്പുഴ. ഈ സണ്ണി സാറിന് എന്താ ഇത്ര അരിശം? വരാൻ പോകുന്ന സാർ ഒരു മിടുക്കനാണെന്ന് കേട്ടിട്ടുണ്ട്. അതിന്റെ അസൂയാണോ? SI ഗോവിന്ദ് ഉത്കണ്ഠയോടെ ഹെഡ് കോൺസ്റ്റബിൾ രാജുവിനെ സമീപിച്ചു. സാറിന് അറിയാത്തൊരു ചരിത്രമുണ്ട്. ഒരു ചെറുകഥ കേൾക്കുന്ന കുട്ടിയുടെ ഭാവത്തിൽ ഗോവിന്ദ് അത് കാതു കൂർപ്പിച്ചു. രാജു തുടർന്നു. സണ്ണി സാറിന്റെ അപ്പൻ ഔസേപ്പച്ചൻ ഈ നാട്ടിലെ വലിയ പ്രമാണിയായിരുന്നു. അവിടുത്തെ കാര്യസ്ഥനായിരുന്നു അഖിൽ സാറിന്റെ അപ്പൻ. പഠിത്തത്തിൽ മിടുക്കനായിരുന്ന അഖിൽ സാറിനെ പുള്ളിക്കാരൻ മകന്റെ കൂടെ അങ്ങ് പഠിപ്പിച്ചു. രണ്ടുപേരും ഉറ്റ സുഹൃത്തുക്കളായി. ഔസേപ്പച്ചന്റെ ഇളയ മകളായിരുന്നു സെലിൻ. കുട്ടികളുടെ കുട്ടിക്കളികളിൽ നിന്നും സെലിനും അഖിൽ സാറും പ്രണയത്തിലേക്ക് വളർന്നു. IPS ആയാലും വീടിന്റെ കാര്യസ്ഥന്റെ മകന് മോളെ കെട്ടിച്ചു കൊടുക്കാൻ സണ്ണി സാറിന്റെ കുടുംബം തയ്യാറായില്ല. ഗോവിന്ദിന്റെ കൂടെ കഥ കേൾക്കാൻ SI ജീവനും SI ഗായത്രിയും ചേർന്നു. രാജു വീണ്ടും തുടർന്നു. ഒടുവിൽ എല്ലായിടത്തെയും പോലെ പെൺകൊച്ച് അങ്ങ് ഇറങ്ങിപ്പോയി. ആ വിഷമം താങ്ങാനാവാതെ ഔസേപ്പച്ചൻ മരിച്ചു. ബോഡിയൊന്ന് കാണാൻ പോലും സെലിനെ സണ്ണി സാർ അനുവദിച്ചില്ല. മാതാപിതാക്കൾ നേരത്തെ മരിച്ചുപോയ അഖിൽ സാർ പിന്നീട് ഇവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങിപ്പോയി. കഥ കേട്ടിരുന്നവർ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് വാതിൽക്കലേക്ക് നോക്കുന്നത് കണ്ട് രാജു എഴുന്നേറ്റ് പിന്തിരിഞ്ഞു നോക്കി. അഖിൽ സാർ. രാജു അറിയാതെ ചുണ്ടനക്കി. എല്ലാവരും ഒന്നിച്ച് സല്യൂട്ട് ചെയ്തു. സുഖമാണോ രാജു ഏട്ടാ? തോളിൽ തട്ടി അഖിൽ ചോദിച്ചു. നന്നായിരിക്കുന്നു സാർ. പതറിയ ശബ്ദത്തിൽ രാജുവിന്റെ മറുപടി. എല്ലാവർക്കും നല്ല ചിരി സമ്മാനിച്ച് അഖിൽ തന്റെ ക്യാബിനിലേക്ക് നടന്നു. SP അഖിൽ ഡേവിഡ് റോയ് IPS എന്ന വാതിൽക്കൽ എഴുതിയിരുന്ന നെയിം ബോർഡ് നോക്കി അകത്തേക്ക് പ്രവേശിച്ചു. DYSPയോട് ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ടുമായി എന്റെ മുറിയിലേക്ക് വരാൻ പറയൂ. അകത്തേക്ക് പ്രവേശിക്കുന്ന വേളയിൽ അഖിലിന്റെ ശബ്ദം. തൊപ്പിയൂരി മേശയിൽ വെച്ച് കസാരയിലിരുന്ന അഖിൽ വാതിൽക്കലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. മേ ഐ കമിൻ സാർ? യെസ്. അഖിൽ അനുവാദം നൽകി. കൈകളിൽ കേസ് ഫയലുകളുമായി വന്ന് സണ്ണി അഖിലിനെ സല്യൂട്ട് ചെയ്തു. സണ്ണിയുടെ മുഖം ഗൗരവത്താലും പുച്ഛത്താലും നിറഞ്ഞിരുന്നു. അഖിലിന്റെ മുഖത്ത് പുഞ്ചിരിയും. സുഖമാണോ മിസ്റ്റർ സണ്ണി? സാർ, ഇതാണ് റിപ്പോർട്ട്. അഖിലിന്റെ ചോദ്യം ശ്രദ്ധിക്കാത്ത മട്ടിൽ സണ്ണി ഫയലുകൾ മേശമേൽ വെച്ചു. ഓ, ആരൊക്കെയാണ് നിലവിൽ അന്വേഷണ ടീമിലുള്ളവർ? അഖിൽ ചെറുചിരിയോടെ ചോദ്യം പറഞ്ഞു. സാർ, DYSP മേരി കുര്യൻ, SI ഗോവിന്ദ്, SI ഗായത്രി രാജൻ, ASI ജീവൻ ജോൺ, ASI രാഹുൽ രാജ്,
പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ രാജു അടക്കം 7 കോൺസ്റ്റബിൾസ് മുഖമുയർത്തി സണ്ണി ഉത്തരം നൽകി. അവരെ കൂടി അകത്തേക്ക് വിളിക്ക്. അഖിലിന്റെ നിർദ്ദേശാനുസരണം സണ്ണി എല്ലാവരെയും എസ് പിയുടെ മുറിയിലേക്ക് വിളിപ്പിച്ചു. സോ സണ്ണി, യു ക്യാൻ എക്സ്പ്ലെയിൻ ദ റിപ്പോർട്ട്. സാർ, ഇതുവരെ 4 പേരാണ് കൊല്ലപ്പെട്ടത്, 4 യുവതികൾ. പക്ഷേ ഇവർ 4 പേരും തമ്മിൽ യാതൊരു പരിചയവും സാമ്യങ്ങളുമില്ല. മരിക്കുമ്പോൾ ആ വീടുകളിൽ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൊലപാതകങ്ങളിലെ ചില സാമ്യങ്ങളിൽ നിന്നും പിന്നിൽ ഒരേ ആളുകളാണെന്ന് മനസ്സിലാക്കാം. കുറ്റിയിടാതെ കിടന്നിരുന്ന മുൻവാതിൽ, കൈകളിലെ ചില വിരലുകൾ ഒരുതരം പശയാൽ ഒട്ടിക്കപ്പെട്ടത്, മൃതശരീരം കിടന്നിരുന്ന മുറികളിൽ മേശമേൽ യേശുക്രിസ്തുവിന്റെ ചിത്രവും മെഴുകുതിരികളും. ആദ്യത്തെ മുറിയിൽ ഒരു മെഴുകുതിരിയായിരുന്നു. പിന്നീട് ഓരോന്നായി വർദ്ധിച്ച് 4ാമത്തെ മുറിയിൽ 4 മെഴുകുതിരികൾ കത്തിച്ചിരുന്നു. അതൊരു പക്ഷേ കൊലപാതക ക്രമത്തെ സൂചിപ്പിക്കുന്നതാവും. പിന്നെ കൈകളിലെയും കഴുത്തിലെയും സമാന മുറിവുകൾ, കിടക്കയിലെ വെള്ളവിരി. അഖിൽ ഒരു നിമിഷം ചിന്തയിലായിരുന്നു. സണ്ണി തുടർന്നു. എന്റെ നിരീക്ഷണത്തിൽ ഇതിന്റെ പിന്നിൽ ഒരു കൂട്ടം മതഭ്രാന്തന്മാരാവാനാണ് ചാൻസ്. എല്ലാ ആഴ്ചാവസാനത്തിലും ശനിയാഴ്ചകളിൽ കൊലപാതകം നടക്കുന്നു, അതും വേറെ വേറെ പ്രദേശങ്ങളിൽ. ഇതൊരു ചെയിൻ ആവാനാണ് സാധ്യത. സണ്ണി കോൺഫിഡൻസോടെ പറഞ്ഞു നിർത്തി. അഖിൽ കേസിന്റെ ഗൗരവം ഉൾക്കൊണ്ട് ചിന്തയിലായിരുന്നുകൊണ്ട് എഴുന്നേറ്റ് കേസ് ഫയലുകൾ കയ്യിലെടുത്ത് പുറത്തേക്കിറങ്ങി. മിസ്റ്റർ സണ്ണി, കം വിത്ത് മീ. എങ്ങോട്ടാവുമെന്ന ചിന്തയിൽ സണ്ണി അഖിലിനെ പിന്തുടർന്നു. രാവിലെ ഞാൻ ADGPയെ കണ്ടിരുന്നു. കേസ് വിശദമായി പഠിക്കാൻ കുറച്ച് ദിവസം സാവകാശം തന്നു. ഉടൻ തന്നെ എൻ്റെ ഫൈൻഡിങ്സുകൾ നൽകാമെന്ന് ഉറപ്പ് നൽകി. സോ ഈ കേസ് ഫയലുകൾ ഞാൻ വീട്ടിലേക്ക് എടുക്കുന്നു. പോലീസ് വാഹനത്തിന്റെ അരികിലേക്ക് നടക്കുന്ന കൂട്ടത്തിൽ അഖില പറഞ്ഞു. സണ്ണി മിണ്ടാതെ കൂടെ നടന്നു. എന്നെ വീട്ടിലേക്ക് വിട്ടിട്ട് താൻ ഇവിടെ ഉണ്ടാവണം. അതിന് മറുപടി ഒന്നോണം സണ്ണി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പോകുന്ന വഴികളിൽ അവർ തമ്മിലൊന്നും മിണ്ടിയിരുന്നില്ല. അഖിലിന്റെ വസതിക്ക് മുന്നിലെത്തിയതും വരാന്തയിലായി നിൽക്കുന്ന സെലിനെ സണ്ണി കണ്ടു. സാർ, ADGP പറഞ്ഞിരുന്നു ഭാര്യയ്ക്ക് സുഖമില്ലെന്ന്. എന്താണ് സാർ? ആ ചോദ്യത്തിൽ ഒരു ജ്യേഷ്ഠന്റെ വാത്സല്യവും അഖിൽ തിരിച്ചറിഞ്ഞു. വീട്ടിലേക്ക് കയറൂ, നേരിട്ട് ചോദിക്കാമല്ലോ. അഖിലിന്റെ ആ ചോദ്യം സണ്ണിയെ നിരാശനും കോപാകുലനുമാക്കി. സാർ, ഞാൻ പോകുന്നു. ഓക്കെ. സണ്ണിയുടെ വണ്ടി നീങ്ങുമ്പോൾ ദൂരെയായി നിറകണ്ണുകളോടെ സെലീന നിന്നു. അവളുടെ അടുത്തേക്ക് ആശ്വാസവുമായി അഖിലെത്തി. നിന്റെ ചേട്ടന്റെ മനസ്സ് ഇളകുന്നില്ലല്ലോ പെണ്ണെ. അവന്റെ കയ്യിൽ പിടിച്ച് അവൾ അകത്തേക്ക് നടന്നു. നാളെ ധ്യാനം കൂടിയാൽ കൊള്ളാമെന്നുണ്ട്. മനസ്സിനൊരു സന്തോഷവുമില്ല ഇച്ച. എനിക്ക് സമയമുണ്ടാവില്ലടോ. അറിയാമിച്ച, എന്നെ കുറിച്ച് ടെൻഷനാവണ്ട. അപ്പുറത്തെ മേഴ്സി ഉണ്ട് കൂട്ടിന്. അവളും അമ്മയും മാത്രമേ ആ വീട്ടിലുള്ളൂ. സ്നേഹമുള്ളവരാ. താൻ പോയിട്ട് വാ. എന്തായാലും 4 ദിവസം ഞാൻ വീട്ടിലുണ്ടാവും. ദിവസങ്ങൾ കടന്നുപോയി. അഖിൽ സദാസമയം വീട്ടിൽ കേസ് ഫയലിൽ മുഴുകി. അഖിലിന്റെ മുഖത്ത് എന്തൊക്കെയോ തെളിച്ചം വന്നിരുന്നു. ധ്യാനത്തിന് ശേഷം സെലിൻ കൂടുതൽ ഉന്മേഷവതിയായി കാണപ്പെട്ടു. അത് അഖിലിനെയും സന്തോഷവാനാക്കി. അഖിലിന്റെ നിർദ്ദേശപ്രകാരം സണ്ണി വെള്ളിയാഴ്ച രാവിലെ തന്നെ അയാളെ വിളിക്കാൻ വീടിന്റെ മുന്നിലെത്തി. അകത്ത് കയറാതെ വണ്ടിയിൽ തന്നെ കാത്തിരുന്നു. അഖിൽ കയറിയതും വണ്ടി ജില്ലാ ആസ്ഥാനത്തേക്ക് കുതിച്ചു. ADGP ജനനി വാര്യർ, ദക്ഷിണ മേഖല IG ജോർജ് ഉമ്മൻ, കൊച്ചി സിറ്റി IG അശോക് കുമാർ തുടങ്ങിയവർ ജില്ലാ ആസ്ഥാനത്ത് സന്നിഹിതരായിരുന്നു. SP, നിങ്ങളുടെ ഫൈൻഡിങ്സ് എന്താണ്? ADGP ആകാംക്ഷയോടെ ഇരുന്നു. മേഡം, ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഒരു കൂട്ടം ആൾക്കാരുണ്ടെന്ന വാദം നമുക്ക് ആദ്യമേ തള്ളിക്കളയാം. പറഞ്ഞു നിർത്തി അഖിൽ കയ്യിലെ പെൻഡ്രൈവ് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തു. കൊലപാതക മുറിയിലെ ഫോട്ടോഗ്രാഫുകൾ പ്രൊജക്ടർ സ്ക്രീനിൽ തെളിഞ്ഞു. അഖിൽ തുടർന്നു. നമ്മൾ അന്വേഷിക്കുന്ന കൊലയാളി ദുർബലനായ ഒരു മനുഷ്യനാണ്. അതെങ്ങനെ പറയാൻ കഴിയും? സണ്ണിയുടെ രോഷം മണപൊട്ടി. അതെ, ദുർബലനാണെങ്കിൽ എങ്ങനെ ഇരകളെ കീഴ്പ്പെടുത്തി ഇത്ര ക്രൂരമായി കൊല്ലാനാവും? IG ജോർജ് ഉമ്മനും ചോദ്യമുയർത്തി. അഖിൽ തുടർന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരിച്ച യുവതികളുടെ ശരീരത്തിൽ മീഥൈൽ പ്രൊപ്പൈൽ ഈഥർ എന്ന അനസ്തേഷ്യ കണ്ടന്റും മഗ്നീഷ്യം ഓക്സൈഡ്, L-തിയാനൈൻ, ഗാമ അമിനോ, ബുട്ടിരിക് ആസിഡ്, മെലാറ്റിനിൻ തുടങ്ങിയ സ്ലീപ്പിംഗ് പിൽസ് കണ്ടന്റുകളും പിന്നെ തിരിച്ചറിയാൻ കഴിയാത്ത വേറെ ഏതോ ഒരു കെമിക്കൽ കണ്ടന്റും കണ്ടെത്തിയിരുന്നതായി പറയുന്നു. കൈകളിലെ ചില വിരലുകൾ ഒരുതരം പശയാൽ ഒട്ടിക്കപ്പെട്ട നിലയിലും. അത് അന്വേഷണ റിപ്പോർട്ടിലുണ്ടല്ലോ. ഇരകളെ മയക്കത്തിലാക്കാൻ ADGP ചൂണ്ടിക്കാട്ടി. എക്സാക്ട്ലി, അതാണ് ഞാൻ പറഞ്ഞത്. കില്ലർ ബലക്കുറവുള്ളതും അതിലുപരി രസതന്ത്രത്തിലോ മെഡിക്കൽ ഫീൽഡിലോ പരിജ്ഞാനമുള്ളയാളുമാണ്. അഖിൽ ആത്മവിശ്വാസത്തിൽ പറഞ്ഞു. വിരൽ സ്ക്രീനിലേക്ക് ചൂണ്ടി. ഈ ചിത്രങ്ങൾ നോക്കൂ. ഓരോ സ്ത്രീകളും മരിച്ചു കിടക്കുന്ന രീതികൾ വ്യത്യസ്തമാണ്. ചിലർ കുമ്പിട്ടും ചിലർ നേരെയും. ഇനി ഈ ചിത്രങ്ങൾ നോക്കൂ. എല്ലാ കട്ടിലിന്റെയും ഇടതും വലതും വശത്തുകൂടി കുറെ രക്തം ഒഴുകിയതിന്റെ പാടുകൾ. നടുവിൽ 2 വശത്തായി രക്തക്കറകൾ. പക്ഷേ ശരീരം കിടന്നിരുന്നതും ബാക്കി രക്തം തളം കെട്ടിയതും വേറെ വേറെ ഭാഗത്തും. മനസ്സിലായോ? അഖിലിന്റെ ചോദ്യത്തിൽ എല്ലാവരും ആലോചനയിൽ മുഴുകി. അഖിൽ തുടർന്നു. കൈകൾ ഇരുവശത്തേക്കും കാലുകൾ കൂട്ടിക്കെട്ടിയും ബന്ധനസ്ഥരാക്കിയാണ് മുറിവുകൾ സൃഷ്ടിച്ചത്. അങ്ങനെ കൈകൾ കെട്ടിവെച്ച് മുറിച്ചതിനാലാണ് ചോരപ്പാടുകൾ ഇടവും വലതും കണ്ടത്. പിന്നീട് ഇര എണീക്കില്ല എന്ന് മനസ്സിലാവുമ്പോൾ കില്ല അവരുടെ കെട്ടുകൾ അടിച്ച് അയാൾക്ക് തോന്നിയതുപോലെ കിടത്തുന്നു. ഇരകളെ ബന്ധിക്കാൻ അയാൾ കെമിക്കൽ കണ്ടന്റുകൾ ഉപയോഗിച്ച് ബോധം കെടുത്തുന്നു. ഒരുപക്ഷെ അയാൾ തന്നെ വികസിപ്പിച്ച ഉറക്കമരുന്നാവാം. അതാണ് ഞാൻ പറഞ്ഞത്, കില്ലർ ഒരു ദുർബലനാണ്. അയാൾക്ക് ഇരകളുടെ മേൽ ബലം പ്രയോഗിക്കാൻ കഴിയില്ല. സോ ബന്ധിച്ചല്ലാതെ മറ്റൊരു വഴിയില്ല.
ദുർബലനെന്ന് പറയുമ്പോൾ ഈ കില്ലർ ഒരു ബലമില്ലാത്ത പുരുഷനാവാം, ചിലപ്പോൾ സ്ത്രീയുമാവാം. സ്ത്രീയെ? സണ്ണി പുച്ഛത്തോടെ ചോദിച്ചു. സയനൈഡ് മല്ലികയെ പോലെ ഉദാഹരണങ്ങൾ നമ്മുടെ രാജ്യത്ത് തന്നെയില്ലേ മിസ്റ്റർ സണ്ണി? IG അശോക് കുമാർ സണ്ണിക്ക് ഉത്തരം നൽകി. എല്ലാവരും തമ്മിൽ നോക്കി. അഖിൽ വീണ്ടും തുടർന്നു. കുറ്റിയിടാതെ കിടന്ന മുൻവാതിലുകൾ, മറ്റു വാതിലുകൾ തകർക്കപ്പെടാതിരുന്നത് എന്നിവ പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ കില്ലർ സ്ത്രീകൾക്ക് പരിചയമുള്ളയാളാണെന്ന് മനസ്സിലാവാം. ഏത് സമയത്തും അവരുടെ വീട്ടിൽ കയറി ചെല്ലാൻ കഴിയുന്നയാൾ. അയാൾ ഇരകളായി സ്ത്രീകളെ തിരഞ്ഞെടുക്കുവാനുള്ള കാരണം അയാളിലെ ബലക്കുറവാവാം. പക്ഷെ നമ്മുടെ മറവിലുള്ളയാൾ നോർമൽ അല്ലാത്ത, എന്നാൽ അതിബുദ്ധിമാനായ ക്രൂരതയുടെ ആൾരൂപമാണ്. രസതന്ത്രത്തിലോ വൈദ്യശാസ്ത്രത്തിലോ പരിജ്ഞാനമുള്ളയാൾ. ഇപ്പോഴും കില്ലറുടെ മോട്ടീവ് നമുക്ക് തികച്ചും അജ്ഞാതമാണ്. അഖിലിന്റെ വിവരണത്തിൽ എല്ലാവർക്കും സംതൃപ്തി തോന്നിയെങ്കിലും ആശങ്ക ഒഴിഞ്ഞിരുന്നില്ല. ശനിയാഴ്ചകളിലാണ് ബോഡികൾ ലഭിക്കുന്നത്, ഇന്ന് ഫ്രൈഡേ. ADGP ജനനി വിഷമത്തോടെ പറഞ്ഞു. ഇതിനോടകം അയാൾ ഇരയിലേക്ക് എത്തിയിട്ടുണ്ടാകും, അഖിൽ കൂട്ടിച്ചേർത്തു. എല്ലാവരുടെയും മുഖത്ത് ഭീതിയും നിരാശയും നിറഞ്ഞു. ഉറക്കമുണർന്ന് കണ്ണുകൾ തുറന്ന ജാസ്മിന് ചുറ്റും മങ്ങിയ പ്രകാശം മാത്രം. കൈകൾ ഇരുവശങ്ങളിലുമായി ബന്ധിച്ചിരിക്കുന്നു. കാലുകൾ കൂട്ടിക്കെട്ടി ചുണ്ടിൽ വലിയ പ്ലാസ്റ്റർ ഒട്ടിച്ച് നിശബ്ദയാക്കപ്പെട്ടിരിക്കുന്നു ആ യുവതി. തനിക്കെന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയാതെ ഭയന്ന് വലതുവശത്തേക്ക് നോക്കിയ ജാസ്മിന് മുന്നിൽ മേശമേൽ കത്തിച്ചിരുന്ന മെഴുകുതിരികളുടെ വെളിച്ചത്തിനിടയിൽ ഒരു കറുത്ത മനുഷ്യരൂപം. മെലിഞ്ഞ ശരീരം, 5 അടി ഉയരമുള്ള കുറിയ മനുഷ്യൻ, കറുത്ത ഗൗൺ ധരിച്ചിരിക്കുന്നു. കൈകളിൽ കറുത്ത കയ്യുറകൾ. മേശയിലെ യേശുക്രിസ്തുവിന്റെ ചിത്രത്തിന് അഭിമുഖമായി നിൽക്കുന്നതിനാൽ ജാസ്മിന് അയാളുടെ മുഖം വ്യക്തമല്ല. നിങ്ങളെന്റെ സാപത്ത് സൂക്ഷ്മമായി ആചരിക്കണം. എന്തെന്നാൽ കർത്താവായ ഞാനാണ് നിങ്ങളെ വിശുദ്ധീകരിക്കുന്നതെന്ന് നിങ്ങൾ അറിയുവാൻ വേണ്ടി ഇതെനിക്കും നിങ്ങൾക്കും മധ്യേ തലമുറ തോറും അടയാളമായിരിക്കും. നിങ്ങൾ സാപത്ത് ആചരിക്കണം, കാരണം അത് നിങ്ങൾക്ക് വിശുദ്ധമായൊരു ദിവസമാണ്. അതിനെ അശുദ്ധമാക്കുന്നവൻ വധിക്കപ്പെടണം. കൈകളിൽ ബൈബിൾ ഇല്ലാതെ തന്നെ പുറപ്പാടിന്റെ പുസ്തകത്തിലെ വാക്യങ്ങൾ അയാൾ ഉച്ചത്തിൽ പറഞ്ഞു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ ജാസ്മിൻ ബന്ധനത്തിൽ കിടന്നുരുകി. അയാൾ ഇരു കൈകളും യാചനാപൂർവ്വം മുകളിലേക്ക് ഉയർത്തി. ഇതാ സ്വർഗത്തിലേക്ക് കരമുയർത്തി ഞാൻ പ്രഖ്യാപിക്കുന്നു, ഞാനാണ് എന്നേക്കും ജീവിക്കുന്നവൻ. തിളങ്ങുന്ന വാളിന് ഞാൻ മൂർച്ച കൂട്ടും, വിധിതീർപ്പ് കയ്യിലെടുക്കും. എന്റെ ശത്രുക്കളോടുള്ള പക ഞാൻ വീട്ടും. എന്നെ വെറുക്കുന്നവരോട് പകരം ചോദിക്കും. എന്റെ അസ്ത്രങ്ങൾ രക്തം കുടിച്ചു മതിക്കും. എന്റെ വാൾ മാംസം വിഴുങ്ങും. പുറപ്പാടിൽ നിന്നും നിയമാവർത്തനത്തിലേക്ക് വാക്യങ്ങൾ മാറിയപ്പോൾ അയാൾ ബൈബിൾ ഹൃദ്യസ്ഥനാക്കിയവനാണെന്ന് സ്വയം പറഞ്ഞു വെച്ചു. മേശയിൽ മെഴുകുതിരികൾക്കും ക്രിസ്തുവിന്റെ ചിത്രത്തിനുമിടയിൽ വച്ചിരുന്ന വലിയ കടാര അയാൾ കയ്യിലെടുത്ത് കൂടെ കത്തിച്ചു വെച്ചിരുന്ന റാന്തലും. ഇടതു കൈയിൽ റാന്തലും വലതു കൈയിൽ കടാരയുമായി ആ രൂപം ജാസ്മിന്റെ അടുത്തേക്ക് വന്നു നിന്നു. കൈകളിലെ കെട്ടുപൊട്ടിക്കാനും ചുണ്ടുകൾ സ്വതന്ത്രമാക്കാനും അവൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. തലമുടിയടക്കം മൂടപ്പെട്ട കറുത്ത ഗൗണിലെ മുഖം അവളിൽ ഞെട്ടലുളവാക്കി. പരിചയമുള്ളയാളോട് കേഴുന്ന യാചനയിൽ അവൾ പ്രകടമായി. ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ള അവളുടെ മുഖഭാവം മനസ്സിലാക്കി ഉത്തരമെന്നോണം അയാൾ ശബ്ദിച്ചു. വ്യഭിചാരിണിയുടെ രീതി ഇതാണ്. അവൾ വിശപ്പടക്കി മുഖം തുടച്ചുകൊണ്ട് പറയുന്നു, ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. ബൈബിൾ വചനങ്ങൾ മാത്രമായിരുന്നു അയാൾ സംസാരിച്ചിരുന്നത്. സുഭാഷിതങ്ങളിലെ വചനങ്ങൾ തുടർന്നുകൊണ്ട് അയാൾ കടാരയുടെ പിടിയിൽ അവളുടെ നെറ്റിയിൽ കുരിശടയാളം വരച്ചു. വ്യഭിചാരം ചെയ്യുന്നവന് സുബോധമില്ല, അവൻ തന്നെ നശിപ്പിക്കുകയാണ്. ക്ഷതങ്ങളും മാനഹാനിയുമാണ് അവന് ലഭിക്കുക. അയാൾ നിർത്തി. ജാസ്മിന്റെ കണ്ണുകളിലൂടെ കണ്ണുനീർ വാർന്നു. പ്രതികാരത്തിന്റെ ദൈവമായ കർത്താവേ, പ്രതികാരത്തിന്റെ ദൈവമേ, പ്രത്യക്ഷനാകണമേ. ഭൂമിയെ വിധിക്കുന്നവനെ എഴുന്നേൽക്കണമേ. അഹങ്കാരിക്ക് അർഹമായ ശിക്ഷ നൽകണമേ. 94-ാം സങ്കീർത്തനം പറഞ്ഞുകൊണ്ട് അയാൾ ജാസ്മിന്റെ ഇടതും വലതും കൈത്തണ്ടകളിൽ കടാരയിറക്കി. ഞരമ്പുകൾ മുറിയപ്പെട്ടു. ഒന്ന് ഉച്ചത്തിൽ കരയാൻ പോലും കഴിയാതെ അവളുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. കൈകളിൽ നിന്നും ഒഴുകുന്ന ചുടുരക്തത്തിന്റെ ഗന്ധം അയാളെ ഉന്മാദിയാക്കി. റാന്തൽ വെളിച്ചം അവളിലേക്ക് അടുപ്പിച്ച് അയാൾ അവളുടെ നിസ്സഹായ അവസ്ഥ ആസ്വദിച്ചു. കർത്താവ് വിലക്കിയിട്ടുള്ളവയിൽ ഏതെങ്കിലും ഒന്ന് പ്രവർത്തിച്ച് പാപം ചെയ്യുന്നവൻ. അറിയാതെയാണത് ചെയ്തതെങ്കിൽ തന്നെയും കുറ്റക്കാരനാണ്. അവൻ തന്റെ തെറ്റിന് ഉത്തരവാദിയായിരിക്കും. വാക്യം മുഴുവിപ്പിച്ചതിനോടൊപ്പം അറവക്കാരൻ കോഴി അറക്കുന്ന ലാഘവത്തോടെ ജാസ്മിന്റെ കഴുത്തിൽ അയാൾ ആഴത്തിൽ മുറിവുണ്ടാക്കിയിരുന്നു. ഉച്ചത്തിൽ കരയാൻ ശ്രമിച്ച അവളുടെ സമ്മർദ്ദത്തിൽ കഴുത്തിൽ നിന്നും ചെറു ശബ്ദത്തോടെ രക്തമൊഴുകി. അവളുടെ കഴുത്തിലേക്ക് ചെവി അടുപ്പിച്ചൊരു ഭ്രാന്തനെ പോലെ അയാൾ അത് കേട്ടിരുന്നു. അവളിലെ ബലം കുറഞ്ഞു തുടങ്ങിയെന്ന് മനസ്സിലാക്കിയ കൈകാലുകളിലെ കെട്ടുകൾ അയാൾ അഴിച്ചുമാറ്റി. രക്തത്തിൽ കുളിച്ച അവളുടെ വസ്ത്രങ്ങൾ അയാൾ അഴിച്ച് അവളെ പൂർണ്ണ നഗ്നയാക്കി കിടത്തി. മുറിവുകളിൽ കടാരയാൽ വീണ്ടും ആഴം കൂട്ടി. കടാരയിലെ രക്തക്കറ അഴിയപ്പെട്ട അവളുടെ വസ്ത്രത്തിൽ തുടച്ചു. ശേഷം 2 കൈകളും അവളുടെ വയറിലേക്ക് ചേർത്ത് വെച്ച് ഇടത് കൈപ്പത്തിയിലെ തള്ളവിരൽ ഒഴികെ മറ്റു വിരലുകൾ എന്തോ പശ പോലുള്ള ദ്രാവകം വെച്ച് ഒട്ടിച്ചു മടക്കി. ജാസ്മിനിലെ അവസാന തരി ശ്വാസവും നിലയ്ക്കും വരെ ആ ഭ്രാന്തൻ അവളെ നോക്കിയിരുന്നു. അയാളിൽ ആനന്ദം അലയടിച്ചു. ഉരുകിത്തീരാറായ മെഴുകുതിരിയുടെ അടുത്ത് ചന്ദനത്തിരികൾ കൂടി കത്തിച്ച ശേഷം അയാൾ പോകാനായി തിരിഞ്ഞു. കൈകൊണ്ടൊരു മെഴുകുതിരി താഴേക്ക് പതിച്ചു. കൊലപാതകത്തിന്റെ ഉന്മാദത്തിൽ കത്തിച്ച റാന്തനുമായി അയാൾ പുറത്തേക്ക് നടന്നു.
അയാളെപ്പോലെ തന്നെ കറുത്ത മൂടുപടം അണിഞ്ഞ അയാളുടെ കറുത്ത അംബാസഡർ കാറിന്റെ അരികിലേക്ക്. സെലീന രാവിലെ ചെടികൾക്ക് വെള്ളമൊഴിച്ചു നിൽക്കുമ്പോൾ ഗേറ്റിന്റെ മുന്നിലായി ഒരു കാറ് വന്നു. ഗേറ്റിന്റെ അരികിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച സെലീനയുടെ മുന്നിലായി അടുത്തേക്ക് നടന്നു വരുന്ന അന്നമ്മയും ജാൻസിയും. സെലീനയുടെ മുഖത്ത് സന്തോഷവും സങ്കടവും കൈകോർത്ത് വിളങ്ങി. അന്നമ്മ അവളെ വാരിപ്പുണർന്നു. പൊട്ടിക്കരഞ്ഞ ആലിംഗനബദ്ധരായ അമ്മയെയും മകളെയും കണ്ട് ജാൻസിയുടെ കണ്ണുകളും നിറഞ്ഞു, മനസ്സ് സന്തോഷത്താലും. അമ്മച്ചിയുടെ പൊന്നുമോൾക്ക് സുഖല്ലേ? അന്നമ്മയുടെ ചോദ്യത്തിന് അവൾ തലയാട്ടി മുത്തം നൽകി. ആ അമ്മച്ചി. അന്നമ്മയുടെയും ജാൻസിയുടെയും കൈപിടിച്ച സെലീന അകത്തേക്ക് നടന്നു. അഖിൽ, ജാൻസിയുടെ ചോദ്യം. ഇച്ചായൻ രാവിലെ സണ്ണിച്ചായന്റെ കൂടെ പോയല്ലോ. സണ്ണി. അവൻ പോയ തക്കം നോക്കിയാ ഞങ്ങൾ ഇറങ്ങിയത്. അവൻ അവന്റെ അപ്പന്റെ വാശി തന്നെയാ മോളെ, പക്ഷെ സ്നേഹമുള്ളവനാ. അന്നമ്മ സെലീനയുടെ കൈ പിടിച്ചു പറഞ്ഞു. എന്റെ സണ്ണിച്ചായനെ എനിക്ക് അറിഞ്ഞൂടെ അമ്മച്ചി. സെലീന പുഞ്ചിരിച്ചു. കർത്താവിന്റെ തീരുമാനം നമുക്കറിയില്ലല്ലോ മോളെ, എല്ലാം ശരിയാകും. അന്നമ്മയുടെ ആശ്വാസ വാക്കുകളിൽ സെലീന അവരുടെ തോളിലേക്ക് ചാഞ്ഞു. ഇച്ചായൻ പറഞ്ഞു സെലീനയ്ക്ക് എന്തോ വയ്യായികയായിരുന്നെന്ന്. എന്താ പറ്റിയത്? ജാൻസി ആകാംക്ഷയോടെ ചോദിച്ചു. സെലീനയുടെ മുഖം വാടി. ആലപ്പുഴ മാങ്കൊമ്പിലെ ഒരു വീട്. മുറ്റത്തായി തടിച്ചുകൂടിയിരിക്കുന്ന ജനങ്ങൾക്കിടയിലൂടെ ഘോരം പ്രസംഗിക്കുന്ന ചാനൽ റിപ്പോർട്ടർമാർ, പോലീസിന്റെയും മാധ്യമപ്പടകളുടെയും വാഹനങ്ങൾ. വീടിനുള്ളിലെ മുകളിലത്തെ മുറിയിൽ കട്ടിലിൽ നഗ്നയായി മരിച്ചു കിടക്കുന്ന ഒരു യുവതി. നിരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഫോറൻസിക് ഉദ്യോഗസ്ഥർ, മുറികളിലെ ചിത്രമെടുക്കുന്ന ഫോട്ടോഗ്രാഫർ, സൂക്ഷ്മമായി മുറികൾ നിരീക്ഷിക്കുന്ന അഖിലും സണ്ണിയും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും. മേശയിൽ യേശുക്രിസ്തുവിന്റെ കിരീടധാരിയായ ക്രിസ്തുരാജൻ ചിത്രം. മുന്നിലായി ഉരുകിത്തീർന്ന മെഴുകുതിരികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയാണ് അഖിൽ. മേശയുടെ താഴെയായി പുറകിലത്തെ കാലിന്റെ മറവിൽ പാതി മാത്രം ഉരുകിയ ഒരു മെഴുകുതിരി അഖിലിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. ഒരു ചെറിയ തുണിയാൽ ആ മെഴുകുതിരി അഖിൽ SI ജീവനെ ഏൽപ്പിക്കുന്നു. ശേഷം മേശയിലെ ചിത്രത്തിലേക്ക് മുരുകിത്തീർന്ന മെഴുകുതിരികളിലേക്ക് നോക്കി എന്തോ ചിന്തയിൽ നിൽക്കുന്ന അഖിലിനെ രൂക്ഷമായി നോക്കുന്ന സണ്ണി. പോലീസ് ആസ്ഥാനം ആലപ്പുഴ. ADGP ജനനയും മറ്റു ഉയർന്ന ഉദ്യോഗസ്ഥരും അക്ഷമരായിരുന്നു. SP അഖിലും DYSP സണ്ണിയും അവരുടെ നടുവിലേക്ക് കേസ് റിപ്പോർട്ടുമായി എത്തിച്ചേർന്നു. മേഡം, ഇന്ന് കൊല്ലപ്പെട്ട യുവതിയുടെ പേര് ജാസ്മിൻ അന്നാജോൺ, 27 വയസ്സ്. ഭർത്താവുമായി പിരിഞ്ഞ് കഴിഞ്ഞ 3 മാസമായി ആ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. അഖിൽ പറഞ്ഞു നിർത്തി. വീണ്ടും തുടർന്നു. മേശയിൽ പതിവ് പോലെ യേശുക്രിസ്തുവിന്റെ ചിത്രവും ഉരുകിത്തീർന്ന മെഴുകുതിരികളും. കൈകളിലെയും കഴുത്തിലെയും മുറിവുകൾ, വിരലുകളിലെ പശ. പക്ഷെ മറ്റുള്ള വിക്ടിമുകളിൽ നിന്നും വ്യത്യസ്തമായി ജാസ്മിൻ വിവസ്ത്രയായിരുന്നു. മേഡം, പതിവ് പോലെ 5-ാം കൊലപാതകം എന്ന ക്രമത്തിൽ 5 മെഴുകുതിരികൾ. സണ്ണി ആവേശത്തോടെ കൂട്ടിച്ചേർത്തു. 5 അല്ല 6, അഖിൽ തിരുത്തി. മേശയിൽ 5 മെഴുകുതിരികൾ. ഇത് 5-ാമത്തെ വിക്ടിമും. പാറ്റേണിന്റെ കാര്യം ഞങ്ങൾ മാത്രമല്ല, സാറിന്റെ റിപ്പോർട്ടിലും പറഞ്ഞിരുന്നു. ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ മറന്നു. സണ്ണി പുച്ഛത്തോടെ പറഞ്ഞു. അഖിൽ ചെറുതായി ഒന്ന് ചിരിച്ചു. അതെ, 5-ാമത്തെ കൊലപാതകം. മിസ്റ്റർ അഖിൽ, 6 പറയാൻ കാരണം? ADGPയും സംശയം പ്രകടിപ്പിച്ചു. അഖിൽ ASI ജീവനെ തിരിഞ്ഞു നോക്കി. ജീവൻ ഒരു പ്ലാസ്റ്റിക് കവർ അഖിലിനെ ഏൽപ്പിച്ച് സല്യൂട്ട് ചെയ്തു. സംഭവം നടന്ന മുറിയിലെ മേശക്കടിയിൽ നിന്നും കിട്ടിയതാണ് ഈ പാതി ഉരുകിയ മെഴുകുതിരി. അഖിൽ പ്ലാസ്റ്റിക് കവർ ഉയർത്തിക്കാട്ടി പറഞ്ഞു തുടങ്ങി. താഴെ കിടന്നൊരു മെഴുകുതിരി എങ്ങനെ തെളിവാകും? IG അശോകിന്റെ ഇടയിലുള്ള ചോദ്യം. സണ്ണി പുച്ഛത്തോടെ ചിരിച്ച് അഖിലിനെ നോക്കി. അഖിൽ ആത്മവിശ്വാസത്തോടെ തുടർന്നു. ഇത് പകുതിയോളം ഉരുകിത്തീർന്ന മെഴുകുതിരിയാണ്. ഇതിലും ഫിംഗർ പ്രിന്റുകളൊന്നും ലഭ്യമല്ല. പക്ഷേ മേശയിൽ കത്തിച്ചു വെച്ചിരുന്ന അതേ മെഴുകുതിരികളിൽ സെയിം തന്നെ. 5-ാമത്തെ മെഴുകുതിരിയുടെ അടുത്ത് തന്നെ ഒരു മെഴുകുതിരി കൂടി കത്തിച്ചതിന്റെ പാടുകൾ മേശയിൽ കണ്ടിരുന്നു. ഈ പാടിൽ നിന്നും 6-ാമതായി ഒരു തിരി കൂടി കത്തിച്ചിരുന്നതായി ഊഹിക്കാം. ഒരു പക്ഷേ പകുതി കത്തിയ ശേഷം എങ്ങനെയോ താഴെ വീണതായിരിക്കാം. മറ്റുള്ള കൊലപാതകങ്ങൾ നടന്ന മുറികളിൽ മേശമേൽ ഉരുകിത്തീർന്ന മെഴുകുതിരികൾ അല്ലാതെ ഇതുപോലെയൊന്നും ലഭിച്ചിരുന്നില്ല. സോ മേഡം, കില്ലർ ഇവിടെ കത്തിച്ചിരുന്നത് 6 മെഴുകുതിരികളാണ്. സണ്ണി അഖിലിന്റെ വാക്കുകൾ കേട്ട് ആശ്ചര്യപ്പെട്ടു. എങ്കിൽ നമ്മുടെ നിഗമനങ്ങൾ തെറ്റാണെന്ന് പറയേണ്ടി വരില്ലേ മിസ്റ്റർ SP? ADGP സംശയം പ്രകടിപ്പിച്ചു. പൂർണ്ണമായും തെറ്റല്ല, പൂർണ്ണമായും ശരിയുമല്ല. മനസ്സിലായില്ല. ADGP നെറ്റി വിളിച്ചു. കൊലപാതകങ്ങളുടെ ക്രമനമ്പറുകളാണ് മെഴുകുതിരികളെങ്കിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് 6-ാമത്തെ ആവണം. അഖിലത് പറയുമ്പോൾ എല്ലാവരുടെയും തല പുകഞ്ഞുകൊണ്ടേയിരുന്നു. നമുക്കിത് 5-ാമത്തെ ഇൻസിഡന്റ്. ഒരുപക്ഷെ ക്രമനമ്പർ എന്നതിലുപരി മെഴുകുതിരികളുടെ എണ്ണത്തിൽ മറ്റേതോ പാറ്റേൺ ആണ് കില്ലർ ഫോളോ ചെയ്യുന്നതെങ്കിലോ? അതല്ല, ക്രമനമ്പർ തന്നെയാണെങ്കിൽ 5-ാമത്തെ ബോഡി നമ്മൾ കാണാതെ പോയോ? അതോ 5-ാമത്തെ ഇര അയാളിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുമോ? ഇങ്ങനെയുള്ള ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നമുക്ക് മുന്നിൽ നിൽക്കുകയാണ് മേഡം. അല്ലെങ്കിൽ പോലീസിനെ കബളിപ്പിക്കാനുള്ള ഒരു തന്ത്രമാവാം. അഖിൽ പറഞ്ഞു നിർത്തി. കില്ലറിലേക്കുള്ള ഒരു വാതിലും തുറക്കാതെ ഈ കേസ് തീരാ തലവേദനയാവുകയാണല്ലോ. 5 പേർ, ഇനിയും ഒരു വിക്ടിം. അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ബട്ട് ഹൗ? ADGP ജനനി നിരാശയോടെ ഇരുന്നു. എല്ലാവരും പരസ്പരം നിരാശയോടെ നോക്കി. ചായ ഒന്ന് എഴുന്നേറ്റേ, ഇന്ന് ഞായറാഴ്ച. ഇത് എൻ്റെ കൂടെ പള്ളിയിലോട്ട് വന്നേ. രാവിലെ സെലിന്റെ തട്ടി വിളിക്കലാണ് അഖിൽ ഉറക്കമുണർന്നത്. കേസിന്റെ ചിന്തകളിൽ മുഴുകി ഉറങ്ങാൻ വൈകിയതിന്റെ ക്ഷീണം അവന്റെ മുഖത്തുണ്ടായിരുന്നു. ഞാനില്ലടോ, താൻ പോയിട്ട് വാ.
കേസിന്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. എങ്ങനെ പുരോഗതി വരും? കുറച്ചൊക്കെ ദൈവാനുഗ്രഹം വേണം. ചുവരിലെ വലിയ കണ്ണാടി നോക്കി കണ്ണെഴുതുമ്പോൾ സലീം പറഞ്ഞു. ദൈവാനുഗ്രഹം വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും കിട്ടും. അഖിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എങ്കിൽ പിന്നെ ഞായറാഴ്ച കുർബാന എന്തിനാ? ദയിച്ചായ സാബത്താണ്, കർത്താവിന്റെ ദിവസം. അത് പരിശുദ്ധമായി ആചരിക്കണം. സെലിൻ ഗർവിച്ച് അഖിലിന്റെ അടുത്തേക്ക് വന്നു. അഖിൽ അവളെ കയ്യിൽ പിടിച്ചു വലിച്ച് അവനിലേക്ക് അടുപ്പിച്ചു. അവളുടെ മുഖത്തെ കോപം കാണാൻ വേണ്ടി അവൻ പറഞ്ഞു തുടങ്ങി. എടി, ബൈബിളിൽ ആഴ്ചയുടെ അവസാന ദിവസം, അതായത് ശനിയാഴ്ചകളിലായിരുന്നു സാബത്ത് ആചരണം. അത് പറഞ്ഞതോ ദൈവവും. ദൈവപുത്രനായ ഈശോ പോലും മരിക്കുന്നത് വരെ സാബത്ത് ആചരിച്ചിരുന്നതും ശനിയാഴ്ച. ദയിച്ചായ, കർത്താവിന്റെ പേര് പറഞ്ഞുള്ള തമാശ വേണ്ട. ആഴ്ചയുടെ ആദ്യ ദിവസമാണ് ഉയർപ്പ്, അതായത് ഞായർ. നമ്മൾക്കതാണ് സാബത്ത്. കൈവിട്, വരുന്നില്ലേൽ വേണ്ട. ദൈവനിന്ന പാടില്ല, ഞാൻ പോണു. സലീൻ പരിഭവത്തോടെ പറഞ്ഞു നടന്നു. ഔസേപ്പച്ചന്റെ മോളെ, പിടങ്ങല്ലേടി, ഇച്ചായൻ തമാശിച്ചതല്ലേ? അഖിൽ ചിരിച്ചുകൊണ്ട് ഉച്ചത്തിൽ പറഞ്ഞു. കർത്താവിന്റെ നാമം വെറുതെ പ്രയോഗിക്കരുത്. സെലിന്റെ ഉച്ചത്തിലെ മറുശബ്ദം വാതിൽക്കൽ നിന്ന് മുഴങ്ങി. അഖിൽ ചെറുചിരിയാൽ കട്ടിലേക്ക് കിടന്നു. അവരുടെ സംഭാഷണങ്ങൾ അവന്റെ മനസ്സിലൂടെ കടന്നുപോയി. ചിന്തകൾ എവിടെയോ ഉടക്കിയ പോലെ അവന്റെ ചിരി മാഞ്ഞ് ഗൗരവമായി. കൂടെ കൊലപാതകമുറിയിലെ യേശുവിന്റെ ചിത്രവും അവന്റെ ചിന്തകളിൽ സൗഹൃദം മെനഞ്ഞു. സാബത്താണ്, കർത്താവിന്റെ ദിവസം. അത് പരിശുദ്ധമായി ആചരിക്കണം. സെലിന്റെ ആ വാക്കുകൾ വീണ്ടും വീണ്ടും അവന്റെ ചിന്തകളിലൂടെ കടന്നുപോയി. എടി, ബൈബിളിൽ ആഴ്ചയുടെ അവസാന ദിവസം, അതായത് ശനിയാഴ്ചകളിലായിരുന്നു സാബത്താചരണം. അവളെ ചൊടിപ്പിക്കാൻ അവൻ പറഞ്ഞ വാക്കുകളും, കർത്താവിന്റെ നാമം വൃഥാ പ്രയോഗിക്കരുത് എന്ന അവളുടെ വാക്കും അവനിൽ ചിന്തകൾ ഉണ്ടാക്കി. കുറച്ചുനേരം അനങ്ങാതെ കണ്ണുകളടച്ച അഖിൽ ആലോചനയിൽ മുഴുകി. മനസ്സിലെന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ അഖിൽ എഴുന്നേറ്റ് മേശമേലിരുന്ന ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്തു. കുറച്ച് ചിന്തിച്ച ശേഷം അവൻ കൈവിരലുകളിൽ സാബത്ത് ഡേ എന്ന കീ ബോർഡിൽ ചലിച്ചു. ചലനത്തിന്റെ ഫലമെന്നോണം ഗൂഗിളിൽ തെളിഞ്ഞ് ബിബ്ലിക്കൽ സാബത്ത് എന്ന വിക്കിപീഡിയ ലിങ്കിലേക്ക് അഖിലിന്റെ മനസ്സും കൈയും വാങ്ങി. അതിലെ വിവരങ്ങളിൽ അവൻ മുഴുകി. ഒബ്സർവേഷൻ ആൻഡ് റിമെംബ്രൻസ് ഓഫ് സാബത്ത് ഈസ് വൺ ഓഫ് ദ 10 commandments, sometime referred to individually as a Sabbath commandment എന്നുള്ള വരികളിൽ അഖിലിന്റെ കണ്ണുകൾ ഉടക്കി. കുറച്ചു നിമിഷം ആ വരികളിലേക്ക് നോക്കിയിരുന്ന ശേഷം അവന്റെ ചുണ്ടുകൾ ചെറുതായി മന്ത്രിച്ചു. 10 commandments. മനസ്സിൽ എന്തൊക്കെയോ ഉറപ്പിച്ച പോലെ അഖിൽ മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് ഡയൽ ചെയ്തു. ഹലോ സാർ, മറുതലക്കൽ ASI ജീവന്റെ ശബ്ദം. മിസ്റ്റർ ജീവൻ, ഇതുവരെയുള്ള 5 വിക്ടിമുകളുടെയും പേഴ്സണൽ ഡീറ്റെയിൽസ് വേണം. സാർ, അത് ഓരോ കേസ് ഫയലിലും ഉൾപ്പെടുത്തിയിരുന്നതാണല്ലോ. അതുമാത്രം പോരാ, അടുത്ത ബന്ധുക്കളെയോ ഉറ്റ സുഹൃത്തുക്കളെയോ കണ്ട് നമ്മൾക്ക് ലഭിച്ചതും ലഭിക്കാത്തതുമായ വിട്ടുപോയ ഇരകളുടെ സ്വഭാവ സവിശേഷതകൾ ലഭിക്കുന്ന ഓരോ വിവരങ്ങളും ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് എനിക്ക് ലഭിച്ചിരിക്കണം. വി ഡോണ്ട് ഹാവ് എനി അതർ ചോയ്സ്. അഖിൽ ഓർഡർ ഇട്ടു. സാർ, വൈകിട്ടോടെ എന്ന് പറയുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക്? ജീവൻ ഒഴിവുകഴിവുകൾ നിരത്തി. ലുക്ക് ജീവൻ, വി ഹാവ് എ ടീം. ഓരോ വിക്ടിമിന്റെയും അന്വേഷണം 2 പേരായി ചേർന്ന് അന്വേഷിക്കുക. ടെൽ ടു എവരിവൺ, ദിസ് ഈസ് മൈ ഓർഡർ. ഓക്കെ സാർ. ഫോൺ കട്ട് ചെയ്ത ശേഷം അഖിൽ നേരിയ ആത്മവിശ്വാസത്തോടെ കസാരയിലേക്ക് ചാഞ്ഞിരുന്ന് ചുവരിലെ സെലീനയുടെയും അവന്റെയും ചിത്രത്തിലേക്ക് നോക്കി. എന്റെ സെലീ. പോലീസ് ജില്ലാ ആസ്ഥാനം ആലപ്പുഴ. തിങ്കളാഴ്ച രാവിലെ ADGPയും മറ്റു ഉയർന്ന ഉദ്യോഗസ്ഥരും എത്തിച്ചേർന്നപ്പോഴേക്കും അഖിലും ടീം അംഗങ്ങളും നേരത്തെ സന്നിഹിതരായിരുന്നു. അഖിലിന്റെ മുഖം തികച്ചും പ്രസന്നവും ആത്മവിശ്വാസവും നിറഞ്ഞതായി കാണപ്പെട്ടു. എന്താണ് ഉടനെ കാണണമെന്ന് പറഞ്ഞത്? എനി പ്രോഗ്രസ്? ADGP ജനനി ആകാംക്ഷയോടെ ചോദിച്ചു. എല്ലാവരും അഖിലിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. മാഡം, ഈ കില്ലർ ഒരു മതഭ്രാന്തനാണ്. അത് ഏർലി റിപ്പോർട്ടുകളിൽ ഉള്ളതല്ലേ? എന്തു പുതുമ? സണ്ണി പുച്ഛത്തോടെ അഖിലിന്റെ വാക്കുകൾ മുറിച്ചു. ചിരിചിടിയോടെ അഖിൽ തുടർന്നു. കത്തോലിക്ക വിശ്വാസിയായ ദൈവത്തിന്റെ പ്രവാചകനാണ് താനെന്ന് സ്വയം കരുതുന്ന തികച്ചും നോർമൽ അല്ലാത്ത ബുദ്ധിമാനായ ഒരു മതഭ്രാന്തൻ. എല്ലാവരും പരസ്പരം നോക്കി ആകുലരായി. സണ്ണി അഖിലിനെ രൂക്ഷമായി നോക്കി. കത്തോലിക്ക വിശ്വാസി, പ്രവാചകൻ, ഇതൊക്കെ എങ്ങനെ പറയാൻ കഴിയും? IG അശോക് കുമാർ ആശ്ചര്യത്തോട് ചോദിച്ചു. ഈ കൊലപാതകങ്ങൾക്ക് ബൈബിളിൽ പ്രതിപാദിക്കുന്ന മോശ പ്രവാചകന്റെ മധ്യസ്ഥതയിൽ ദൈവജനനവുമായി ഉണ്ടാക്കിയ ഉടമ്പടികളുമായി ഒരു ബന്ധമുണ്ട്. വ്യക്തമായില്ല. ADGP നെറ്റി ചുളിച്ചു. എല്ലാ വിക്ടിമുകളുടെയും ബോഡി ലഭിച്ചിരുന്നത് ശനിയാഴ്ചകളിലായിരുന്നു. കൃത്യം നടന്നത് വെള്ളിയാഴ്ചകളിലും. ഈ ഒരു പാറ്റേണിന് ബൈബിളിലെ സാബത്തിനോട് ബന്ധമുണ്ട്. സാബത്ത്? വീണ്ടും ADGPയുടെ സംശയം. സാബത്ത് എന്നാൽ ദൈവത്തിന്റെ ദിവസം. ആഴ്ചയുടെ അവസാന ദിവസം, അതായത് ശനിയാഴ്ചയാണ് ബൈബിളിൽ പ്രതിപാദിക്കുന്ന സാബത്ത്. യേശുവിന്റെ ഉയർപ്പോടെ ക്രിസ്ത്യാനിറ്റിയിൽ സാബത്ത് ഞായറാഴ്ചയായെങ്കിലും ചില ക്രിസ്തീയ സമൂഹം ജൂതന്മാരും ശനിയാഴ്ചകളിലാണ് സാബത്ത് ആചരിച്ചിരിക്കുന്നത്. പഴയ നിയമപ്രകാരം വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ ശനിയാഴ്ച വൈകുന്നേരം വരെയാണ് സാബത്ത്. ഇവിടെ ഇരകൾ കൊല്ലപ്പെടുന്നത് വെള്ളിയാഴ്ച രാത്രിയും ബോഡി ലഭിക്കുന്നത് ശനിയാഴ്ചയും. അഖിൽ പറഞ്ഞു നിർത്തി. അങ്ങനെയെങ്കിൽ കില്ലർ ജൂതനാണെന്നും സംശയിക്കേണ്ടി വരില്ലേ? സണ്ണി പരിഹസിച്ചു ചോദിച്ചു. ജൂതന്മാർ യേശുക്രിസ്തുവിന്റെ ചിത്രം ആരാധിക്കില്ലല്ലോ മിസ്റ്റർ സണ്ണി. മറുപടി പറഞ്ഞത് ജനനിയായിരുന്നു. ഞാൻ പറഞ്ഞു തീർന്നില്ല മാഡം. ഇനി പറയാൻ പോകുന്നതാണ് ഈ 5 കൊലപാതകങ്ങളുടെ യഥാർത്ഥ അടിസ്ഥാനം. ദാസ് 10 commandments ഓഫ് ഗോഡ്. ദൈവത്തിന്റെ 10 കൽപ്പനകൾ.
അഖിലിന്റെ വാക്കുകൾ എല്ലാവരിലും ആശ്ചര്യമുണ്ടാക്കി. അഖിൽ തുടർന്നു. ബൈബിളിലെ 10 കൽപ്പനകളിൽ നിന്നും നേരിയ വ്യത്യാസത്തിലാണ് കത്തോലിക്ക രീതിയിലെ 10 കൽപ്പനകൾ. അതായത് പറയുന്ന കാര്യങ്ങളെല്ലാം സെയിം ആണെങ്കിലും ഓർഡറിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ബൈബിളിലെ 2-ാം പ്രമാണം കാത്തലിക് വെർഷനിൽ 1 ലയിച്ചിരിക്കുന്നു. അപ്പോൾ 4-ാം പ്രമാണം 3-ാം നമ്പറായി മാറിയിരിക്കുന്നു. ബൈബിളിലെ 10-ാം പ്രമാണം 2 മാറ്റിയാണ് കാത്തലിക് വെർഷനിൽ 9-ഉം 10-ഉമായി മാറിയിരിക്കുന്നത്. ഇത് ഞാനിവിടെ പറയാൻ കാരണം കില്ലർ ഫോളോ ചെയ്തിരിക്കുന്നത് കാത്തലിക് വെർഷനാണ്. അതിലുണ്ട് അയാൾ ഒരു കത്തോലിക്ക വിശ്വാസിയാണെന്ന്. അഖിലിന്റെ വാക്കുകളിൽ ആത്മവിശ്വാസം നിറഞ്ഞിരുന്നു. പക്ഷേ കൊലപാതകങ്ങളെ ഇതിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യിക്കും? ഐജിയുടെ ക്ഷമ നശിച്ചിരുന്നു. അഖിൽ മേശപ്പുറത്തിരുന്ന് തന്റെ ഫയലിൽ നിന്നും ഒരു ഫോട്ടോഗ്രാഫ് എടുത്ത് എല്ലാവരുടെയും നേരെ ഉയർത്തുന്നു. ഇതാദ്യം മരണപ്പെട്ട യുവതി ഇവാന ജോൺ. ഇവാനയുടെ വീട്ടുകാരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് അവളൊരു ഹിന്ദു യുവാവുമായി പ്രണയത്തിലായിരുന്നു. ഹിന്ദു മതത്തിലേക്ക് മതം മാറാൻ തയ്യാറായിരുന്നു. 1-ാം കൽപ്പന എന്താണ്? നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ഇതിൽ നിന്നും കാര്യങ്ങൾ വ്യക്തമാണ്, കില്ലറുടെ മോട്ടീവും സ്വഭാവവും. കൂടാതെ ഈ ഫോട്ടോയിൽ കാണുന്ന പ്രകാരം കട്ടിലിൽ വെച്ചിരുന്ന ക്രൂശിതനായ യേശുക്രിസ്തുവിന്റെ ചിത്രത്തിന് മുന്നിൽ കുമ്പിട്ടായിരുന്നു ഇവാന കിടന്നിരുന്നത്. ചിത്രത്തിന്റെ അരികിലേക്ക് നീട്ടപ്പെട്ട കൈകളിൽ വലത് കൈയിലെ ചൂണ്ടുവിരൽ ഒഴികെ ബാക്കിയെല്ലാം പശയാൽ ഒട്ടിച്ചിരുന്നു. നമ്മൾ തിരിച്ചറിയാതെ പോയ കില്ലർ തന്നുവച്ച ഒരു സൈൻ. കിഡ്സ് ബൈബിൾ വെർഷൻ പ്രകാരം 10 കൽപ്പനകൾക്കും ഹാൻഡ് സൈൻസ് ഉണ്ട്. മറ്റ് വിരലുകൾ മടക്കി ചൂണ്ടുവിരൽ നീട്ടി 1-ാം കൽപ്പന എന്നുള്ള സൈൻ. അഖിലത് പറഞ്ഞു മുഴുവിപ്പിച്ച് അടുത്ത ചിത്രം കയ്യിലെടുക്കുമ്പോൾ എല്ലാവരും ഞെട്ടലോടെ അന്തം വിട്ടിരുന്നു. ഇനി 2-ാം കൽപ്പന. ദൈവത്തിന്റെ തീരുമാനം വൃഥാ പ്രയോഗിക്കരുത്. 2-ാമത്തെ യുവതി അഞ്ജു ജോസഫ്. കത്തോലിക്ക വിശ്വാസിയാണെങ്കിലും വീടുകളിൽ സുവിശേഷ പ്രസംഗം നടത്തി വന്നിരുന്ന ഒരു യുവതിയാണ്. ചിലപ്പോൾ അതായിരിക്കും ഇവരെ തിരഞ്ഞെടുക്കാൻ കാരണം. മരിച്ചു കിടക്കുമ്പോൾ ഇവരുടെ 2 കൈകളിലെയും ചൂണ്ടുവിരലുകൾ മാത്രം നീട്ടപ്പെട്ടിരുന്നു. ഇത് 2-ാം കൽപ്പന എന്ന് സൂചിപ്പിക്കുന്നു. അടുത്ത വിക്ടിമിന്റെ ചിത്രം കയ്യിലെടുത്ത് അഖിൽ തുടർന്നു. 3-ാം കൽപ്പന. കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. 3-ാമത്തെ യുവതി മെറിൻ കുര്യൻ. പള്ളിയിൽ പോകുന്ന പതിവില്ലാത്ത കുട്ടിയായിരുന്നു മെറിൻ. സോ വ്യക്തം. വലത് കൈയിലെ തള്ളവിരലും ചെറുവിരലും ഒഴികെ 3 വിരലുകൾ നീട്ടപ്പെട്ടിരിക്കുന്നു. 3-ാം കൽപ്പനയുടെ സൈൻ. 4-ാമത്തെ കാതറിൻ ജോൺ. സ്വന്തം മാതാപിതാക്കൾക്കെതിരെ കേസ് നടത്തി അവരിൽ നിന്നും സ്വത്തുക്കൾ കൈക്കലാക്കി ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന യുവതിയായിരുന്നു. 4-ാം കൽപ്പന. മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്നുള്ളതും. അവളുടെ മാതാപിതാക്കളുടെ ചിത്രത്തിന് മുമ്പിൽ കുമ്പിട്ടായിരുന്നു ബോഡി കിടന്നിരുന്നത്. വലത് കൈയിലെ തള്ളവിരൽ മടക്കി 4-ാം കൽപ്പന എന്നുള്ള ചിഹ്നവും. അഖിലൊന്ന് നിർത്തിയിട്ട് വീണ്ടും പറയാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസം ഞാൻ പ്രകടിപ്പിച്ച സംശയം ശരിയായിരുന്നു എന്ന് പറഞ്ഞു വെക്കുന്നതാണ് അവസാനം നടന്ന മർഡർ. അത് 5-ാമത്തേതല്ല, 6-ാമത്തേതാണ്. മരിച്ച ജാസ്മിൻ അന്ന ജോൺ ഭർത്താവുമായി പിരിഞ്ഞു കഴിഞ്ഞിരുന്ന യുവതിയായിരുന്നു. ഭർത്താവിൽ നിന്നും മറ്റു ബന്ധുക്കളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് ജാസ്മിന് പല പുരുഷന്മാരുമായി വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടായിരുന്നതായിട്ടാണ്. ഇതുവരെ കില്ലർ ഫോളോ ചെയ്തിരുന്ന കൽപ്പനകളുടെ കാത്തലിക് വെർഷനിൽ 6-ാം കൽപ്പന. വ്യഭിചാരം ചെയ്യരുത്. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി ജാസ്മിന്റെ ബോഡി വിവസ്ത്രയായി കാണപ്പെട്ടത് വ്യക്തമാണ്. വ്യഭിചാരം ചെയ്യുന്നവർക്ക് ക്ഷതങ്ങളും മാനഹാനിയുമാണ് ഫലമെന്ന ബൈബിൾ വേഡ് പോലെ. സോ 4-ന് ശേഷം നടന്നത് 6-ാം കൊലപാതകം. 6-ാം കൽപ്പന. അങ്ങനെയെങ്കിൽ 5-ാം കൊലപാതകം നമ്മൾ അറിയാതെ പോയോ? ADGP സംശയം പ്രകടിപ്പിച്ചു. അങ്ങനെയല്ല മാഡം, 5-ാം കൽപ്പന കൊല്ലരുതെന്നാണ്. എന്റെ നിഗമനത്തിൽ ഒരുപക്ഷെ കൊലപാതകം ചെയ്ത ഒരാളെ കണ്ടെത്താൻ കില്ലറിന് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അഖിൽ തന്റെ ഫൈൻഡിങ്സ് നിഗമനങ്ങളും പറഞ്ഞു നിർത്തുമ്പോൾ എല്ലാവരിലും ഒരു സംതൃപ്തി വന്നിരുന്നു. എക്സലന്റ് വർക്ക്. ADGP അഖിലിനെ അഭിനന്ദിച്ചു. സണ്ണിയുടെ മുഖത്ത് തിരിച്ചറിയാൻ കഴിയാത്ത ഒരുതരം ഭാവമായിരുന്നു പ്രകടമായിരുന്നത്. പക്ഷേ മാഡം, ഇപ്പോഴും അയാൾ ഇരുട്ടിന്റെ മറവിലാണ്. അയാളിലേക്ക് എത്താനുള്ള ഏക വഴി യുവതികൾ തമ്മിലുള്ള എന്തെങ്കിലും കോമൺ ലിങ്കാണ്. അങ്ങനെയൊന്നും നമുക്ക് മുന്നിൽ ഇല്ല. ഉണ്ടായിരിക്കുമോ? അയാൾ യുവതിയും തമ്മിൽ എങ്ങനെ പരിചയം? യുവതികളുടെ സ്വഭാവ സവിശേഷതകൾ, ജീവിത രീതികൾ മനസ്സിലാക്കി എങ്ങനെ അയാൾ അവരിലേക്ക് എത്തി? മയങ്ങാൻ സഹായിക്കുന്ന കെമിക്കലുകൾ ഇരകളുടെ ശരീരത്തിൽ അയാൾ എങ്ങനെ എത്തിച്ചു? ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഏറെയാണ്. ഇനിയൊരു വിക്ടിമിന് മുമ്പ് നമ്മൾ അയാളിലേക്ക് എത്തണം. അഖിലിന്റെ ആകുലതയിൽ എല്ലാവരും തലപുകച്ചു. ചായ ഉറങ്ങിയോ? സെലിൻ അഖിലിന്റെ നെഞ്ചിൽ തലചായ്ച്ചു കിടന്ന് ചോദിച്ചു. ഇല്ലടോ. സണ്ണിച്ചായന്റെ വിളിക്കായി കാക്കണ്ട, നമുക്കെന്റെ വീട് വരെ ഒന്ന് പോയാലോചിച്ചാ. അവളുടെ ചോദ്യത്തിൽ ആശ്വാസമുണ്ടായിരുന്നു. നമുക്ക് പോകാം, ഈ തിരക്കൊന്ന് തീരട്ടെ. അവളുടെ വാക്കുകളെ ആശ്വസിപ്പിച്ച അഖിലിന്റെ മനസ്സിൽ എങ്ങും എത്താത്ത കേസിന്റെ ആശങ്കകളായിരുന്നു. ചിന്താഭാരം പേറിയ അവന്റെ മുഖത്തൊടുവിൽ എന്തോ ഒരു നേരിയ തെളിച്ചം അനുഭവപ്പെട്ടു. പതിയെ കണ്ണുകളടച്ച് ഉറക്കത്തിലേക്ക് വഴുതി വീണു. CB ഓഫീസ് ആലപ്പുഴ. നമുക്ക് വേണ്ടതും ഇല്ലാത്തതും വിക്ടിമുകൾക്കിടയിലെ എന്തെങ്കിലും ഒരു കോമൺ ലിങ്കാണ്. എല്ലാവരും അഖിലിനെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടേയിരുന്നു. അഖിൽ തുടർന്നു. ഈ കോമൺ ലിങ്ക് എന്ന് പറയുമ്പോൾ ചെറിയ കാര്യങ്ങളാവാം, നമ്മളധികം ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ. ഒരാഴ്ച ഇടവേളകളിൽ കൊലപാതകങ്ങൾ. കില്ലർ ഈ ഇടവേളകളിൽ ഇരയെ ഫോളോ ചെയ്തിരിക്കാം. സോ മരിക്കുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിൽ യുവതികൾ പോയ സ്ഥലങ്ങളോ ചെയ്ത പ്രവൃത്തികളോ നമ്മുടെ റിപ്പോർട്ടുകളിൽ രേഖപ്പെടുത്താത്തവ, വിട്ടുകളഞ്ഞത് എന്തെങ്കിലും, അതായിരിക്കണം നമുക്ക് വേണ്ടത്. അഖിൽ അത് പറഞ്ഞു നിർത്തുമ്പോൾ ASI ജീവൻ എന്തോ ആലോചനയിൽ മുഴുകി. സാർ, ഇപ്പോൾ ഒരു സംശയം.
അതന്ന് തോന്നിയിരുന്നില്ല. ജീവൻ അത് പറയുമ്പോൾ എല്ലാവരും അയാളെ ശ്രദ്ധിച്ചു. യെസ് മിസ്റ്റർ ജീവൻ, അഖിൽ അനുവാദം നൽകി. കഴിഞ്ഞ ദിവസം സാർ എല്ലാ വിക്ടിമുകളുടെയും ഡീറ്റെയിൽസ് എടുപ്പിച്ചിരുന്നില്ലേ? അന്ന് അവസാനം കൊല്ലപ്പെട്ട 2 യുവതികളുടെ വിവരം ശേഖരിച്ചത് ഞാനായിരുന്നു. അവരുടെ ചില ബന്ധുക്കളും സുഹൃത്തുക്കളും ഒരു കാര്യം പറഞ്ഞിരുന്നു. മരിക്കുന്നതിന് മുമ്പുള്ള ആഴ്ചയിൽ അവർ ഇരുവരും ധ്യാനത്തിൽ പങ്കെടുത്തിരുന്നു. അന്നതിൽ സംശയമൊന്നും തോന്നിയില്ല. പക്ഷെ ഇപ്പോൾ സാർ ഇതൊക്കെ പറഞ്ഞപ്പോൾ ഒരു സംശയം. ഇവർ 2 പേർക്കിടയിലെ ഏക സാമ്യം. ജീവനത് പറഞ്ഞു നിർത്തുമ്പോൾ എല്ലാവരും ചിന്തയിലായിരുന്നു. സണ്ണി പതി അഖിലിനെ നോക്കി. അഖിലിന്റെ മുഖം പ്രസന്നമായി കാണപ്പെട്ടു. താങ്കളും ജീവനും യുവതികളുടെ വീടുകളിലേക്ക് പോകണം. ചോദ്യങ്ങൾ എന്താണെന്ന് പറയണ്ടല്ലോ, അഖിൽ സണ്ണിയോടായി പറഞ്ഞു. മനസ്സിലായി സാർ. സല്യൂട്ട് ചെയ്ത ശേഷം സണ്ണിയും ജീവനും പുറത്തേക്കിറങ്ങി. അഖിൽ എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ കസാരയിലേക്ക് ഇരുന്നു. അഖിൽ തന്റെ വീടിന്റെ മുന്നിലേക്ക് എത്തിയതും മതിലിന്റെ അരികിലായി പാർക്ക് ചെയ്തിരുന്ന ഒരു കാറ് സ്റ്റാർട്ട് ചെയ്തു പോയതും ഒരേ നിമിഷത്തിലായിരുന്നു. തെരുവ് വിളക്കിന്റെ അഭാവവും ദൂരപരിധിയും വാഹനം മനസ്സിലാക്കാൻ അഖിലിന് കഴിഞ്ഞില്ല. കോളിംബെല്ലടിച്ച് സെലീനയുടെ വരവിനായി കാക്കുമ്പോൾ അവൻ തിരിഞ്ഞ് ഗേറ്റിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. വാതിൽ തുറന്ന സെലീന വല്ലാതെ വേർത്തിരുന്നു. ഇട്ടിരുന്ന നെയ്റ്റിയുടെ അരയ്ക്ക് താഴെ ചെളി പുരണ്ടിരുന്നു. താനെന്താണോ വല്ലാതിരിക്കുന്ന, ഇതെന്താ ചെളി? അഖിലിന്റെ കരുതലിലും സെലീനയിൽ ചമ്മലായിരുന്നു. ഇച്ച കളിയാക്കരുത്. അവൾ അവന്റെ കയ്യിൽ പിടിച്ചു. താൻ വീണോ? അഖിൽ ചെറു ചിരിയോട് ചോദിച്ചു. കിച്ചൺ വേസ്റ്റ് ഇടാനും എടുത്തിരുന്ന കുഴിയിൽ വീണു. സെലീന അത് പറഞ്ഞു തീർന്നതും അഖിൽ അവളെ നോക്കി പൊട്ടിച്ചിരിച്ചു. കിണിക്കല്ല ഇച്ച, അവൾ അവന്റെ നെഞ്ചിൽ നുള്ളിക്കൊണ്ട് പറഞ്ഞു. വേസ്റ്റിനു വേണ്ടി ഇത്രയും വലിയ കുഴി എന്തിനാണാവോ? എന്റെ നെഞ്ചപ്പമുണ്ട്. കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നത് കൊണ്ട് മേഴ്സിയെ വിളിച്ചു. അല്ലെങ്കിൽ ഇച്ചായം വരുന്നവരെ അതിൽ കിടന്നേനെ. മൂടാനുള്ള സ്ലാബ് അരികിൽ കിടപ്പുണ്ട്. ഇവിടെ ഒരാൾക്ക് ഒന്നിനും ടൈമില്ല. സെലീനയുടെ പരിഭവത്തിൽ അഖിൽ ചിരി തൂകി. ഓ, ഇപ്പോൾ എനിക്കായി കുറ്റം. ഞായറാഴ്ച ആവട്ടെ, അത് മൂടിയേക്കാം. അഖിൽ അവളെ ആശ്വസിപ്പിച്ചു. നമ്മളുടെ മതിലിന്റെ അരികിൽ ഒരു കാറ് കിടന്നത് നീ ശ്രദ്ധിച്ചിരുന്നോ? അഖിൽ ചോദ്യമുയർത്തി. അത് ചിലപ്പോൾ മേഴ്സിയുടെ ജോക്കുട്ടനാവും. പ്രേമം അമ്മ അറിയാതെ കാണാൻ വരുന്നതാ. അവളിലെ പരിദൂഷണ കായിക ഉണർന്നു. ഓ, എന്തായാലും അവിടെ ഒരു ഔസേപ്പേട്ടനില്ലാത്തത് കൊണ്ട് അവർക്ക് ഒളിച്ചോടേണ്ടി വരില്ല. അഖിൽ അവളിലെ കോപത്തെ ഉണർത്തി. മനുഷ്യ, മരിച്ചു മുകളിലിരിക്കുന്നവരെ വെച്ച് തമാശ വേണ്ട. പോയി കുളിച്ചിട്ട് വാ, ഞാൻ ഫുഡ് എടുത്ത് വെക്കാം. പരിഭവത്തോടെ സെലീന അടുക്കളയിലേക്ക് നടന്നു. ആ സെലി, ഇനി മുതൽ ഞാൻ വരാൻ ഇതിലും വൈകും. പേടിയുണ്ടേൽ? അഖിലത് മുഴുവിപ്പിക്കും മുന്നേ സെലീനയുടെ വാക്കുകൾ അടുക്കളയിൽ നിന്നും ഉച്ചത്തിൽ മുഴുകി. ഞാനേ SP അഖിലിന്റെ വൈഫാ, താൻ പോടോ. അവൻ ചിരിച്ചുകൊണ്ട് മുറിയിലേക്ക് നടന്നു. CB ഓഫീസ് ആലപ്പുഴ. സാർ, സംശയം ദൃഢപ്പെടുത്തുവാനാണ് ഇരകളുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴികൾ. സണ്ണി അഖിലിനോടായി പറഞ്ഞു. അവസാനത്തെ 2 വിക്ടിമുകളെ പോലെ തന്നെ മറ്റുള്ളവരും ധ്യാനം കൂടിയിരുന്നു. ഒരുപക്ഷെ ഇതിലൊന്നും അസ്വാഭാവിക ഇല്ലാത്തതാവാം മുൻമൊഴികളിൽ പറയാതിരുന്നത്. ASI ജീവൻ കൂട്ടിച്ചേർത്തു. സണ്ണി തുടർന്നു. ഇതിൽ അഞ്ജുവും മെറിനും വീട്ടുകാരുടെ നിർബന്ധപ്രകാരവും മറ്റുള്ളവർ സ്വമേധയിലുമാണ് പങ്കെടുത്തത്. സാർ, പിന്നെ ഒരു പ്രശ്നമുള്ളത്, വേറെ ധ്യാനകേന്ദ്രങ്ങളാണല്ലേ, അതും വ്യത്യസ്ത ദൂരങ്ങളിൽ. അഖിലിന്റെ ഇടക്ക് കയറുള്ള ചോദ്യത്തിൽ സണ്ണി അത്ഭുതപ്പെട്ട് മറു ചോദ്യമുയർത്തി. സാറിനെങ്ങനെ? ഊഹിച്ചു. അതെ സാർ, ആദ്യ യുവതി ഇവാന പങ്കെടുത്തത് കൊച്ചിയിലെ ഹോളി ഫാമിലി ധ്യാനകേന്ദ്രത്തിൽ നടന്ന ധ്യാനത്തിലായിരുന്നു. 2ാമത്തെ യുവതി അഞ്ജു കോട്ടയം സെന്റ് അൽഫോൺസയിലും, 3ാമത്തെ യുവതി മെറിൻ കുര്യൻ കളമശ്ശേരി എഫേത്ത, 4ാമത്തെ യുവതി കാതറിൻ ആദ്യത്തെ യുവതി പോയ കൊച്ചിയിലെ ഹോളി ഫാമിലിയിലുമാണ്. പിന്നെ 6ാമത്തെ യുവതി ജാസ്മിൻ ഇവിടെ ആലപ്പുഴയിലെ കളർക്കോടിലെ ഹോളി ക്യൂൻ ധ്യാനകേന്ദ്രത്തിലായിരുന്നു പങ്കെടുത്തത്. സണ്ണി തന്റെ വിവരശേഖരണങ്ങൾ നിരത്തി. യുവതികൾ ദാനം കൂടുന്നു, കൃത്യം ഒരാഴ്ച കഴിഞ്ഞ് കൊല്ലപ്പെടുന്നു. വിക്ടിമുകൾ തമ്മിൽ കോമൺ ലിങ്ക്. നമ്മുടെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അവിടെയുണ്ട്. ധ്യാനകേന്ദ്രങ്ങൾ. അഖിലിന്റെ വാക്കുകളിൽ ആവേശമുണ്ടായിരുന്നു. സാർ, ഇനി നമ്മൾ? ജീവൻ ചോദ്യമുയർത്തി. ഉത്തരമെന്നോണം അഖിൽ പുറത്തേക്ക് നടന്നു. സണ്ണിയും ജീവനും അവനെ അനുഗമിച്ചു. അഖിലും സണ്ണിയും ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് ഔദ്യോഗിക വാഹനത്തിൽ കുതിച്ചു. ADGP ജനനിയുടെ അടുത്തേക്ക്. ജില്ലാ പോലീസ് ആസ്ഥാനം ആലപ്പുഴ. മേഡം, വി ഹാഡ് എ ബ്രേക്ക് ത്രൂ, എ കോമൺ ലിങ്ക്. അഖിൽ ആത്മവിശ്വാസത്തിൽ പറഞ്ഞു. ഓ, താങ്ക് ഗോഡ്. ADGP ജനനിയുടെ ആശ്വാസം നിറഞ്ഞ പ്രതികരണം. ഹോളി ഫാമിലി കൊച്ചി, സെന്റ് ആൽഫോൺസ കോട്ടയം, എഫേത്ത കളമശ്ശേരി, ഹോളി ക്യൂൻ ആലപ്പുഴ. ഈ 4 ധ്യാനകേന്ദ്രങ്ങളിൽ ഇൻട്രോഗേഷൻ വേണം. മേഡത്തിന്റെ അനുമതിയും. ധ്യാനകേന്ദ്രങ്ങൾ? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ജനനി ഞെട്ടിത്തെരിച്ചു. ഇരകൾ തമ്മിൽ ഏക കോമൺ ലിങ്ക്. കൊല്ലപ്പെടുന്നതിന് മുന്നുള്ള ആഴ്ചയിൽ യുവതികൾ ധ്യാനം കൂടിയിരുന്നു. പെട്ടെന്ന് അസ്വാഭാവികത തോന്നിയില്ലെങ്കിലും എല്ലാം കൂട്ടി വായിക്കുമ്പോൾ യെസ് മേഡം, കില്ലറിലേക്കുള്ള ദൂരം കുറയ്ക്കാൻ ഈ എൻക്വയറിക്ക് കഴിയും. അഖിൽ ആത്മവിശ്വാസത്തിൽ പറഞ്ഞു നിർത്തി. മിസ്റ്റർ SP, നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം. ഒരു മതസ്ഥാപനത്തിൽ എൻക്വയറിക്ക് അനുമതി എന്നൊക്കെ പറഞ്ഞാൽ ഹയർ ഓഫീഷ്യൽസിനോട് ചോദിക്കാതെ സോറി ഐ കാൻ. ജനനി ഖേദപ്രകടനം നടത്തി. വി ഡോണ്ട് ഹാവ് എനി അതർ ഓപ്ഷൻ. കില്ലറിലേക്ക് തുറക്കപ്പെട്ട ഏക വാതിലാണിത്. അഖിൽ അവരിൽ സമ്മർദ്ദം ചെലുത്തി. ഞാൻ DGPയുമായി സംസാരിക്കട്ടെ. ജനനിയുടെ വാക്കുകളിൽ ആത്മവിശ്വാസത്തിന്റെ ചെറു കണിക പോലും ഉണ്ടായിരുന്നില്ല. അഖിലിൽ നിരാശയും ആശങ്കയും ഒരുപോലെ പകർന്നാടി. മാഡം, ഫ്രൈഡേ ഈസ് ഹിയർ.
അഖിൽ അവരിൽ ജാഗ്രത ഉണർത്തി. വെള്ളിയാഴ്ച DGP ഓഫീസ് തിരുവനന്തപുരം. മതസ്ഥാപനങ്ങളിൽ എൻക്വയറി. അതെത്രത്തോളം സെൻസിറ്റീവായ ഇഷ്യൂ ആണെന്ന് തനിക്ക് പറഞ്ഞു തരേണ്ടല്ലോ, അതും വെറും സംശയത്തിന്റെ പേരിൽ. ഇറ്റ്സ് എ സ്റ്റുപ്പിഡ് മൂവ്. DGP ADGPയെ ശകാരിച്ചു. സാർ, അഖിൽ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഇതാണ് ഏക ലിങ്ക്. ജനനി വാദത്തെ ന്യായീകരിച്ചു. ആയിരിക്കാം, പക്ഷെ ആഭ്യന്തര വകുപ്പിൽ നിന്നും പച്ചക്കൊടി തരാതെ ഞാൻ എങ്ങനെ അനുമതി തരും? ഞാൻ മന്ത്രിയോട് ഒന്നുകൂടി സൂചിപ്പിക്കാം. സോ യു ക്യാൻ ലീവ്. DGPയുടെ കൈമലർത്തൽ ജനനി പ്രതീക്ഷിച്ചതായിരുന്നു. പുറത്തിറങ്ങിയ ഉടൻ ജനനി ഫോണെടുത്ത് നമ്പർ ഡയൽ ചെയ്തു. മറുതലയ്ക്കൽ അഖിലിന്റെ ശബ്ദം. ഹലോ മാഡം, എനി ഹോപ്പ്? സോറി അഖിൽ, ഐ ആം ഹെൽപ്ലെസ്. ചിലപ്പോൾ അടുത്ത ദിവസങ്ങളിൽ അനുമതി ലഭിച്ചേക്കാം. ജനനി അത് പറയുമ്പോൾ അഖിൽ കോപത്താൽ നിറഞ്ഞു. ഇന്ന് വെള്ളിയാഴ്ചയാണ് മാഡം, അഖിലിന്റെ ഓർമ്മപ്പെടുത്തൽ. ഐ നോ അഖിൽ, ഐ നോ. മുകളിൽ നിന്ന് ഓർഡർ വരാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ജനനി വ്യാകുലപ്പെട്ടു. കഴിയും മാഡം, ഇന്നത്തെ യുവതിയെങ്കിലും എനിക്ക് രക്ഷിച്ചേ പറ്റൂ, അഖിൽ ഗൗരവത്തോടെ പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? ജനനിയുടെ ചോദ്യത്തിന് ഉത്തരമായത് കോളിന്റെ ഡിസ്കണക്ഷനായിരുന്നു. ഹോളി ഫാമിലി ധ്യാനകേന്ദ്രം, കൊച്ചി, രാവിലെ 10:30 AM. ഫാദർ, എനിക്കറിയേണ്ടത് അന്നേ ദിവസങ്ങളിൽ ധ്യാനത്തിന് പങ്കെടുത്തവരുടെ രജിസ്റ്ററോ മറ്റോ ഉണ്ടോ എന്നതാണ് അഖിലിന്റെ ചോദ്യം. മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവരുടെ വിവരങ്ങൾ രജിസ്റ്ററിൽ രേഖപ്പെടുത്താറുണ്ട്, പക്ഷേ അതിലുമധികം ആളുകൾ അല്ലാതെ പങ്കെടുക്കാറുമുണ്ട്. ഫാദർ വിൻസെന്റ് മറുപടി നൽകി. ഡയറക്ടറായ താങ്കളടക്കം എത്ര പേർ അധികാരികളായി ഉണ്ടായിരുന്നു ആ ദിവസങ്ങളിൽ ഇവിടെ? അഖിലിന്റെ ചോദ്യങ്ങൾ എല്ലാവരെയും സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നവയായിരുന്നു. ഞങ്ങൾ 4 പുരോഹിതരും 10 സ്റ്റാഫുകളുമാണ് സ്ഥിരമായി ഇവിടെ ഉള്ളത്. ഓരോ ദിവസങ്ങളിലും ക്ലാസ് എടുക്കുവാനും ധ്യാനിപ്പിക്കുവാനും മറ്റും അതിഥികളായി വേറെ പുരോഹിതരും എത്താറുണ്ട്. അവരുടെ ലിസ്റ്റ് വേണം. നിങ്ങൾ പുരോഹിതരെയും സംശയിക്കുന്നുണ്ടോ? ഫാദർ വിൻസെന്റ് ആശങ്ക ഉയർത്തി. ഈസ് പാർട്ട് ഓഫ് ദി ഇൻവെസ്റ്റിഗേഷൻ ഫാദർ, പ്ലീസ് കോപ്പറേറ്റ്. ആ 2 ദിവസങ്ങളിലെ CCTV ഫുട്ടേജസ് ഒന്ന് കാണാൻ കഴിയുമോ? അഖിലിന്റെ മറു ചോദ്യം. ഹോളി ക്യൂൻ ധ്യാനകേന്ദ്രം, ആലപ്പുഴ, രാത്രി 7 PM. തീർച്ചയായും CCTV ഫുട്ടേജ് അവൈലബിൾ ആണ്, ഫാദർ ജോർജ് മറുപടി നൽകി. അഖിലും സണ്ണിയും CCTV ഫുട്ടേജസ് സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ഇത് ഏത് ഭാഗമാണ്? സണ്ണിയുടെ ചോദ്യം. കുമ്പസാരത്തിനായി കാത്തിരിക്കുന്നവരാണ് ഈ കോറിഡോറിൽ. ഈ മുറിയിലാണ് പുരോഹിതർ, ഫാദർ ജോർജിന്റെ ഉത്തരം. സണ്ണി, ലുക്ക് ഹിയർ, ഇറ്റ്സ് ജാസ്മിൻ. വീഡിയോ ഫുട്ടേജിൽ ഒരു യുവതിയെ ചൂണ്ടിക്കാട്ടി അഖിൽ പറഞ്ഞു. അവരോട് സംസാരിക്കുന്ന ഈ അച്ഛന്റെ പേര്? അഖിൽ യുവതിയുടെ കൂടെയുള്ള പുരോഹിതനെ ചൂണ്ടി ഫാദർ ജോർജിനോടായി ചോദിച്ചു. അടുക്കളയിൽ അഖിലിന്റെ ഇഷ്ടവിഭവങ്ങൾ തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു സെലീന. ക്യാരറ്റ് എരിയുവാനായി തുടങ്ങിയതും വാതിൽക്കൽ കോളിംഗ് ബെല്ല് ശബ്ദിച്ചതും ഒരുമിച്ചായിരുന്നു. അഖിലിനെ മനസ്സിലോർത്ത് വാതിൽ തുറന്ന സെലീനയുടെ മുഖത്ത് അത്ഭുതം വിടർന്നു. ചുണ്ടുകൾ അറിയാതെ മന്ത്രിച്ചു. ഫാദർ ഗബ്രിയൽ. ഹോളി ക്യൂൻ ധ്യാനകേന്ദ്രം, ആലപ്പുഴ, രാത്രി 7:30 PM. ഫാദർ ഗബ്രിയൽ. പക്ഷെ എന്തിനാണ് അദ്ദേഹത്തെ സംശയിക്കുന്നത്? ഫാദർ ജോർജ് ആശങ്കയോടെ ചോദിച്ചു. നോക്കൂ ഫാദർ, കുമ്പസരിക്കാൻ കാത്തു നിൽക്കുന്നവർ, കുമ്പസാരത്തിന് ശേഷം പോകുന്നവർ, ഈ മുറിയിൽ നിരവധി അച്ഛന്മാരും. കുമ്പസാരത്തിന് ശേഷം പോകുന്നവരോടൊപ്പം സംസാരിച്ച് ഒരു പുരോഹിതനും ഇറങ്ങി വരുന്നതായി കാണുന്നില്ല. ജാസ്മിനോടൊപ്പം മാത്രം ഫാദർ ഗബ്രിയൽ മുറിക്ക് പുറത്തു വരികയും 10 മിനിറ്റോളം കോറിഡോറിൽ നിന്ന് സംസാരിക്കുകയും ചെയ്യുന്നു. അഖിൽ തന്റെ നിരീക്ഷണങ്ങൾ നിരത്തി. സണ്ണി ആ നിരീക്ഷണങ്ങൾ ശരിവച്ചു. അദ്ദേഹം ഒരു വൈദികനാണ് ഓഫീസർ, ഒരു സാധു. ഫാദർ ജോർജിന്റെ ആ വാക്കുകളിൽ നിന്നും അദ്ദേഹം എന്തോ മറയ്ക്കുന്നത് പോലെ അഖിലിന് തോന്നി. അഖിലിന്റെ വീട്, രാത്രി 7:30 PM. വീടിന്റെ ഉള്ളിൽ പ്രവേശിച്ച ഹാളിലെ സോഫയിലിരിക്കുന്ന ഫാദർ ഗബ്രിയൽ. 70-നോടടുത്ത് പ്രായം തോന്നിക്കുന്ന ഒരു വയോധികൻ. മെലിഞ്ഞ ശരീരം, 5 അടി ഉയരം. കണ്ണുകളിൽ മാത്രം അവശത ഉണ്ടായിരുന്നു. ആദരവോടെ അയാളെ നോക്കി നിൽക്കുന്ന സെലീന. ഇതുവഴി പോയപ്പോഴാണ് ഓർത്തത്, മോളുടെ വീട് ഇവിടെയാണല്ലോ എന്ന്. ഒന്ന് കാണണമെന്ന് തോന്നി, ഫാദർ ഗബ്രിയൽ പറഞ്ഞു. അതിനെന്താ ഫാദർ, എപ്പോൾ വേണമെങ്കിലും വരാലോ. സെലീന മറുപടി നൽകി. ഹസ്ബൻഡ് ഇച്ചായം വരാൻ വൈകും. വിഷമതകൾ ഇപ്പോഴും അലട്ടാറുണ്ടോ മോളെ? അയാളുടെ ചോദ്യം സെലീനയിൽ ചെറുതായി അലോസരം ജനിപ്പിച്ചെങ്കിലും അവൾ പുഞ്ചിരിച്ചു. ഇല്ല ഫാദർ, ഇന്നത്തെ എൻ്റെ മാറ്റത്തിൽ അങ്ങയുടെ വാക്കുകൾക്കും വലിയ പങ്കുണ്ട്. താങ്ക് യു ഫാദർ. എനിക്കല്ല, ദൈവത്തിന് നന്ദി പറയൂ മോളെ. മടിയിൽ വച്ചിരുന്ന തോൾസഞ്ചിയിൽ നിന്നും യേശുക്രിസ്തുവിന്റെ ആകൃതിയിലുള്ള ഒരു കൊച്ചു ബോട്ടിൽ അയാൾ കയ്യിലെടുത്തു. കൈകളിൽ കറുത്ത കയ്യുറകൾ ധരിച്ചിരുന്നതായി സെലീനയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു നിമിഷം അവൾ അതിനെക്കുറിച്ച് ചിന്തിച്ചെങ്കിലും തൻ്റെ പിതാവിനേക്കാളും ബഹുമാനം നൽകുന്ന ഫാദറിനെ അവൾ സംശയത്തിന്റെ കണ്ണുകളാൽ കണ്ടിരുന്നില്ല. അയാൾ എഴുന്നേറ്റ് നടന്ന സെലീനയുടെ അടുത്ത് ചെന്ന് അവളുടെ നെറ്റിയിൽ വിരലുകൾ കുരിശടയാളം വരച്ചു. ശേഷം അവളുടെ തലമേൽ വലതുകൈ വെച്ച് ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു. സെലീന കണ്ണുകളടച്ച് കൈകൾ കൂപ്പി. തനിക്ക് കുടിക്കാനായി സെലീന വെള്ളം കൊണ്ടുവന്ന ഗ്ലാസ്സിൽ അയാൾ തന്റെ ഇടതുകൈയിലിരുന്ന ബോട്ടിൽ നിന്നും വെള്ളം പകർന്നു. കണ്ണുകളടച്ച് ഗ്ലാസ് മുകളിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ച ശേഷം അയാൾ അത് അവൾക്ക് നേരെ നീട്ടി. മോളെ, ഇത് വാങ്ങി പാനം ചെയ്യുക. നിന്റെ പാപങ്ങൾ ക്ഷമിക്കാൻ കർത്താവ് ചീന്തിയ രക്തമാകുന്നു. യേശുവിന്റെ പാദങ്ങൾ പതിഞ്ഞ ജെറുസലേമിലെ വെള്ളം. പിതാവിന്റെ കരുതലിൽ നിന്ന മകളെ പോലെ അവൾ അത് വാങ്ങി പാനം ചെയ്തു. ഗബ്രിയേലിന്റെ കണ്ണുകളിൽ തിളക്കം അനുഭവപ്പെട്ടു.
ഹോളി ക്യൂൻ ധ്യാന കേന്ദ്രം ആലപ്പുഴ രാത്രി 8 PM. പുറത്ത് ഇരുട്ട് വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. കറുത്തിരുണ്ട കാർമേഘം അതിശക്തിയായി മണ്ണിലേക്ക് പെയ്തു. പുറത്തെ കനത്ത മഴയിലും അകത്ത് ഇൻട്രോഗേഷൻ പുരോഗമിച്ചുകൊണ്ടേയിരുന്നു. അഖിൽ മൊബൈലെടുത്ത് SI ഗോവിന്ദവർമ്മയെ വിളിച്ചു. ഗോവിന്ദ്, ഇര വന്ന ദിവസത്തിൽ അവിടെ ഉണ്ടായിരുന്ന പുരോഹിതരുടെ ലിസ്റ്റിൽ ഒരു ഫാദർ ഗബ്രിയേൽ ഉണ്ടായിരുന്നു. അഖിൽ ഫോണിലൂടെ അത് ചോദിക്കുമ്പോൾ മുന്നിലിരുന്ന ഫാദർ ജോർജിന്റെ മുഖഭാവം മാറിയിരുന്നു. ഉണ്ട് സാർ, ഫാദർ ഗബ്രിയേൽ ഉണ്ടായിരുന്നു. SI ഗോവിന്ദ് കളമശ്ശേരി എഫത്തോ ധ്യാന കേന്ദ്രത്തിൽ നിന്നും മറുപടി നൽകി. ഗോവിന്ദിന്റെ കോൾ ഡിസ്കണക്ട് ആയതും അഖിലിന്റെ ഫോൺ സ്ക്രീനിൽ SI ഗായത്രി കോളിംഗ് എന്ന് തെളിഞ്ഞു. സാർ, ഇവിടുത്തെ CCTV ഫുട്ടേജിൽ ഒരു ഫാദർ അഞ്ജുവുമായി മിനിറ്റുകളോളം സംസാരിക്കുന്നതായി കണ്ടിരുന്നു. അതല്ലാതെ വേറെ ആരോടുമായി ഇടപഴകുന്നതായി കണ്ടെത്താൻ കഴിഞ്ഞില്ല. കോട്ടയം സെന്റ് അൽഫോൺസ ധ്യാന കേന്ദ്രത്തിൽ നിന്നും SI ഗായത്രി വിവരങ്ങൾ നൽകി. ആ ഫാദറിന്റെ പേര് ഗബ്രിയേൽ എന്നാണോ? അഖിലിന്റെ ചോദ്യം. അതെ സാർ, ഗായത്രിയുടെ ആശ്ചര്യത്തോടെയുള്ള മറുപടി. അഖിൽ ഫോൺ കട്ട് ചെയ്യുമ്പോൾ മുഖത്തൊരു വിജയിയുടെ പുഞ്ചിരി നിറഞ്ഞിരുന്നു. സണ്ണി, അയാളാണ് ഫാദർ ഗബ്രിയേൽ. അഖിൽ അത് പറയുമ്പോൾ ഫാദർ ജോർജ് അന്താളിച്ചിരുന്നു. സണ്ണിയുടെ മുഖത്ത് ആശ്വാസമുണ്ടായിരുന്നു. പുറത്തു പെയ്തിരുന്ന മഴയുടെ ശക്തി വർദ്ധിച്ചു. മിന്നലുകൾ മഴത്തുള്ളികളുടെ പാതയ്ക്ക് വെളിച്ചമേകി. അഖിൽ തുടർന്നു. നിഗമനങ്ങളിലെ കൊലയാളിയുടെ രൂപത്തോട് സാമ്യം. വൃദ്ധൻ, ദുർബലൻ. ഇരകളുണ്ടായിരുന്ന അതേ ദിവസങ്ങളിൽ ധ്യാനകേന്ദ്രങ്ങളിലെ ഇയാളുടെ സാമീപ്യം. 2 യുവതികളുമായി അടുത്തിടപഴകുന്ന CCTV ഫുട്ടേജസ്. ഒന്ന് നിർത്തി ഫാദർ ജോർജിനെ നോക്കിയ ശേഷം തുടർന്നു. ഇനി പറയേണ്ടത് ഫാദറാണ്. വേർ ഈസ് ഹി? അദ്ദേഹം ഇടുക്കിയിലെ പീരുമേടിലെ സഭയുടെ കീഴിലുള്ള ഒരു ആശുപത്രിയുടെ ഡയറക്ടറാണ്. ഫാദർ ജോർജ് മറുപടി നൽകി. സണ്ണി പീരുമേട് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു. അഖിലിന്റെ ഓർഡറിൽ സണ്ണി ആരേക്കോ ഫോൺ ചെയ്തു. ഫാദർ എന്തോ ഒളിക്കുന്നുണ്ടല്ലോ? അഖിൽ അടുത്ത ചോദ്യം പറഞ്ഞു. അത് പിന്നെ ഗബ്രിയേലാണോ ഇത് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ അയാളെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാം. അറിയുന്നത് പറയൂ ഫാദർ. അഖിൽ അനുമതി നൽകി ചെവി കുറിപ്പിച്ചിരുന്നു. അതിനിടയിൽ വന്ന ADGP ജനനിയുടെ ഫോൺ കോൾ അഖിൽ അവഗണിച്ചു. ഫാദർ ഗബ്രിയേൽ എൻ്റെ ഒരു സഹയാത്രികനാണ്. പട്ടം സ്വീകരിച്ച കാലം മുതൽ. അയാൾ വളർന്നത് സഭയുടെ ഒരു അനാഥാലയത്തിലാണ്. ചെറുപ്പം മുതലേ ദൈവീകതയിൽ വളർന്ന അയാൾ ഞങ്ങളെക്കാൾ ആഴത്തിൽ ഭക്തി നിറഞ്ഞ ആളായിരുന്നതായി തോന്നിയിട്ടുണ്ട്. ഞാൻ ഡയറക്ടറായിരുന്ന സഭയുടെ കീഴിലെ കോളേജിൽ അദ്ദേഹം കെമിസ്ട്രി വിഭാഗം HOD ആയി പ്രവർത്തിച്ചിട്ടുണ്ട്. കെമിസ്ട്രി HOD? അഖിൽ ഇടയിൽ കയറി ചോദിച്ചു. അതെ, രസതന്ത്രത്തിൽ ഡോക്ടറേറ്റ് എടുത്തയാൾ. പക്ഷെ അധികകാലം അധ്യയനത്തിൽ നിലനിന്നില്ല. പുരോഹിതർക്ക് ചേരാത്ത വിധം കോപം വന്നിരുന്നു അയാൾക്ക്. കർത്താവിനെ നിന്ദിച്ച് സംസാരിച്ചതിന് കോളേജിലെ ഒരു യുവതിയെ ഗബ്രിയേൽ മർദ്ദിച്ചു. വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം മൂലം പിന്നീട് അദ്ദേഹത്തെ സഭ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തു. പിന്നീട് കുറച്ചുനാൾ വയനാട്ടിലെ ഒരു പള്ളിയിൽ വികാരിയായിരുന്നു. അവിടെ വെച്ചും അയാൾ ദൈവനിന്ദ കാട്ടിയെന്ന പേരിൽ ഇടവകയിലെ യുവതികളെ മർദ്ദിച്ചു. അന്നത് വലിയ സംഭവമായി സഭ ചർച്ച ചെയ്തു. അരമന കോടതിയിൽ അദ്ദേഹത്തെ വിചാരണ ചെയ്തു. ഒടുവിൽ ശിക്ഷയായി സഭയുടെ ആശ്രമത്തിൽ പൊതുജനങ്ങളിൽ നിന്നും അകന്നു കഴിയാൻ വിധിക്കപ്പെട്ടു. ഒടുവിൽ കുറച്ചു നാളുകളായി ധ്യാനകേന്ദ്രങ്ങളിൽ കുമ്പസാരിപ്പിക്കാനും മറ്റും അദ്ദേഹത്തിന് സഭാതലവൻ അനുമതി നൽകിയിരുന്നു. അതിന്റെ ഭാഗമായാണ് അദ്ദേഹത്തിന് എല്ലാ ധ്യാനകേന്ദ്രങ്ങളിലും കാണാൻ കഴിയുന്നത്. അല്ലാതെ നിങ്ങൾ കരുതുന്ന പോലെ ഫാദർ ജോർജ് അവർക്ക് മുന്നിൽ ഉള്ളു തുറന്നു. താങ്കൾ പറഞ്ഞ ചിത്രങ്ങളിൽ തന്നെ ഉണ്ടല്ലോ ഫാദർ അയാളിലെ മനോനില. അഖിൽ മറുപടി നൽകി. അതിനിടയിൽ സണ്ണിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നിരുന്നു. സാർ, പീരുമേട് സ്റ്റേഷനിൽ നിന്നാണ് കോൾ വന്നത്. 2 ദിവസമായി ഗബ്രിയേൽ ആശ്രമത്തിൽ നിന്നും പോയിട്ട്. പിന്നെ അയാൾ മൊബൈൽ ഉപയോഗിക്കാറില്ല. KLT 05126 എന്ന കറുത്ത അംബാസഡറിലാണ് യാത്രകൾ. സണ്ണി വന്ന മെസ്സേജ് അറിയിച്ചു. സണ്ണി, എത്രയും വേഗം കൺട്രോൾ റൂമിൽ വിളിച്ച് കാർ നമ്പർ അറിയിക്കുക. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ഈ 4 ജില്ലകളിൽ എവിടെയോ ഉണ്ട് അയാൾ. അടുത്ത ഇരയിലേക്ക്. സണ്ണി കൺട്രോൾ റൂമിലേക്ക് ബന്ധപ്പെട്ടു. അഖിലിന്റെ വീട് രാത്രി 8:15 PM. ശക്തിയായി തകർത്ത് പെയ്യുന്ന മഴ. ഹാളിലെ തറയിൽ മയങ്ങി വീണ് കിടക്കുന്ന സെലീന. തോൾസഞ്ചിയിൽ നിന്നും ഒരു കറുത്ത ഗൗണെടുത്ത് ധരിക്കുന്ന ഫാദർ ഗബ്രിയേൽ. അയാളുടെ കണ്ണുകളിൽ ചോരത്തിളക്കം. ശേഷം തോൾ സഞ്ചിയും തൂക്കി അയാൾ അവളുടെ കൈകളിൽ പിടിച്ച് നിലത്തുകൂടെ വലിച്ചഴിച്ച് ബെഡ്റൂമിലേക്ക് നടന്നു. പെട്ടെന്ന് വാതിൽക്കൽ കോളിംബെല്ല് ശബ്ദിച്ചു. കൂട്ടത്തിൽ ഒരു സ്ത്രീയുടെ ശബ്ദവും. സെലി. ഹോളി ക്യൂൻ ധ്യാനകേന്ദ്രം ആലപ്പുഴ രാത്രി 8:15 PM. ഫാദർ, ഇതിനുശേഷം അയാൾ ഏത് ധ്യാനകേന്ദ്രത്തിലായിരിക്കും പോയത് അറിയാൻ കഴിയുമോ? അഖിലിന്റെ ചോദ്യം. ഇവിടെ തന്നെ. അടുത്തടുത്ത 2 ആഴ്ചകളിലും ഗബ്രിയേൽ ഇവിടെയായിരുന്നു. ഫാദർ ജോർജിന്റെ ഉത്തരം. അയാൾ വന്നിരുന്ന അവസാന ദിവസത്തെ CCTV ഫുട്ടേജസ് കാണിക്കൂ. അഖിലും സണ്ണിയും അതിസൂക്ഷ്മതയോടെ വീഡിയോ വീക്ഷിച്ചുകൊണ്ടേയിരുന്നു. കുമ്പസാരത്തിനായി നിന്നിരുന്ന ആളുകളുടെ വരി ക്യാമറക്ക് പ്രതിമുഖമായതിനാൽ ആരുടെയും മുഖം കാണാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. വാതിൽ അഭിമുഖമായതിനാൽ ഇറങ്ങി വരുന്നവരുടെ മുഖം കാണാൻ കഴിയുമായിരുന്നു. പെട്ടെന്ന് വാതിൽക്കൽ നിന്നും ഫാദർ ഗബ്രിയേൽ പുറത്തേക്ക് വന്നു. കൂടെ സംസാരിച്ച് ഇറങ്ങി വരുന്ന യുവതിയുടെ മുഖം കണ്ട് അഖിലും സണ്ണിയും ഒരുപോലെ ഞെട്ടി. അവരുടെ ചുണ്ടുകൾ ഒരുപോലെ ശബ്ദിച്ചു. സെലി. അഖിലിന്റെ വീട് രാത്രി 8:30 PM. സെലി. കുറെ വിളിച്ചിട്ടും കോളിംബെല്ലടിച്ചിട്ടും വിളി കേൾക്കാതായപ്പോൾ മെഴ്സി ചാരിക്കിടന്ന കതക് മെല്ലെ തുറന്നകത്ത് കയറി.
ഹാളിലൂടെ കിച്ചണിലേക്ക് നടക്കുമ്പോൾ വീണ്ടും അവൾ സെലീനയുടെ പേര് വിളിച്ചുകൊണ്ടേയിരുന്നു. ഇടതുവശത്തെ ബെഡ്റൂമിന് മുന്നിലായി ബോധരഹിതയായി കിടന്നിരുന്ന സെലീന മെഴ്സിയുടെ കണ്ണിൽപ്പെട്ടു. ഞെട്ടിത്തെറിച്ച് ഓടി വന്ന മെഴ്സി സെലീനയെ തട്ടി വിളിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്നായിരുന്നു കട്ടിയുള്ള എന്തോ വസ്തു കൊണ്ട് മെഴ്സിയുടെ തലയിൽ പതിച്ചത്. ബോധം മറിഞ്ഞു വീണ മെഴ്സിയുടെ പിന്നിലായി പൊട്ടിയ ഫ്ലവർവേഴ്സുമായി നിൽക്കുന്ന ഗബ്രിയേൽ. അയാളുടെ മുഖത്ത് ഭയവും വെപ്രാളവും ഉണ്ടായിരുന്നു. കണക്കുകൂട്ടലുകളിൽ വന്ന പിഴവ് അയാളിൽ ഭയമുണർത്തിയതായി മുഖഭാവം പറഞ്ഞു തന്നു. കൈകൾ വിറച്ചിരുന്നു, ശരീരം വിയർത്തിരുന്നു. അഖിലും സണ്ണിയും ജീപ്പിന്റെ അരികിലേക്ക് ഓടി. അഖിൽ ഫോണെടുത്ത് ആരെയോ വിളിച്ചു. ഹലോ ജീവൻ, എത്രയും വേഗം എൻ്റെ വീട്ടിൽ ചെല്ലണം. സെലീനയാണ് ടാർഗറ്റ്, നോ ടൈം ടു വേസ്റ്റ്. സാർ. മറുപടി കേൾക്കാൻ നിൽക്കാതെ അഖിൽ വാഹനത്തിൽ ഓടിക്കയറി. സണ്ണിയും അഖിലും ഔദ്യോഗിക വാഹനത്തിൽ സെലീനയുടെ അടുത്തേക്ക് പാഞ്ഞു. കനത്ത മഴയിൽ വണ്ടി വേഗത്തിൽ ഓടിക്കാൻ സണ്ണി നന്നേ പാടുപെട്ടു. രണ്ടുപേരുടെയും മുഖത്ത് ഭയമുണ്ടായിരുന്നു. അഖിൽ തുടർച്ചയായി സെലീനയെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടേയിരുന്നു. താങ്കൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന നമ്പർ പരിധിക്ക് പുറത്താണെന്ന വാചകം അഖിലിനെ തുടർച്ചയായി കേൾക്കേണ്ടി വന്നു. സെലീനയെ തിരഞ്ഞെടുക്കാൻ അവൾ എന്ത് ചെയ്തു? സണ്ണി ഡ്രൈവിംഗിന്റെ ഇടയിൽ പറഞ്ഞു. നമ്മൾ വിട്ടുപോയെന്ന് കരുതി 5ാമത്തെ ഇര, അതാണ് സെലീന. അഖിൽ പറഞ്ഞു. എന്ത്? സണ്ണി ആശ്ചര്യപ്പെട്ടു. സെലീനയ്ക്ക് സുഖമില്ലാതെ ഇരുന്നിരുന്ന കാര്യങ്ങൾ അറിയാമല്ലോ. അവൾ പ്രഗ്നന്റ് ആയിരുന്നു. ചെക്കപ്പിൽ ഈ പ്രസവം സെലീനയ്ക്ക് ഗുരുതരമായി ദോഷം ചെയ്യുമെന്ന് ഡോക്ടർ പറഞ്ഞു. കുഞ്ഞിനെ നശിപ്പിച്ചു കളയാൻ തീരുമാനിച്ചു. സെലീന ശക്തമായി എതിർത്തു. ഒടുവിൽ എനിക്ക് വേണ്ടി അവൾ അതിന് കൂട്ടുനിന്നു. ശേഷം കുഞ്ഞിനെ ഞാൻ സ്വയം കൊന്നുവെന്ന ഒരു മനോനില അവളിൽ ഉടലെടുത്തു. കൗൺസിലിംഗിലൂടെയാണ് ആ മനോനില മാറിയത്. ഒരുപക്ഷെ ഇത് അവൾ ഗബ്രിയേലിന് മുന്നിൽ ഉപസരിച്ചിരിക്കാം. 5ാം കൽപ്പന കൊല്ലരുത്. അഖിലൊന്ന് നിർത്തിയ ശേഷം വീണ്ടും തുടർന്നു. സണ്ണി, എൻ്റെ സെലീന, നമ്മളെല്ലാവരും ഒന്നിച്ചുള്ള സന്തോഷമുള്ള ദിനങ്ങൾ, അതായിരുന്നു അവളുടെ. ഇടറിയ ശബ്ദത്തിൽ അഖിലിന്റെ വാക്കുകൾ മുറിഞ്ഞു. സണ്ണിയുടെ കണ്ണുകൾ ഇറനണിഞ്ഞു. കനത്ത മഴയെ അവഗണിച്ച് സണ്ണി വാഹനത്തിന്റെ വേഗത വീണ്ടും കൂട്ടി. അഖിൽ വീണ്ടും സെലീനയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടേയിരുന്നു. അഖിലിന്റെ വീട്. തന്റെ പ്രവൃത്തികളിൽ പിഴവ് വന്ന ചിന്തയിൽ ഗബ്രിയേൽ വെപ്രാളപ്പെട്ടു. ഇതിനിടയിൽ മെയിൻ സ്വിച്ച് ഓഫാക്കി വീട് ഇരുട്ടിലാക്കാൻ അയാൾ മറന്നില്ല. സഞ്ചിക്കുള്ളിൽ നിന്നും എടുത്ത റാന്തൽ കത്തിച്ച് അയാൾ മെഴ്സിയെ വലിച്ചിട്ട് അടുക്കളയിലേക്ക് കൊണ്ടിട്ടു. ശേഷം മുൻകരുതൽ എന്നോണം അടുക്കള വാതിൽ തുറന്നിട്ടു. തിരിച്ച് സെലീനയുടെ അടുത്തേക്ക് പോകാൻ തുനിഞ്ഞ ഗബ്രിയേലിനെ ഞെട്ടിച്ച് അടുക്കളയിൽ ഇരുന്ന സെലീനയുടെ ഫോൺ റിങ് ചെയ്യുന്നു. ഇച്ചായം കോളിംഗ് എന്ന് സ്ക്രീനിൽ തെളിഞ്ഞു. ഗബ്രിയേൽ കോൾ റിസീവ് ചെയ്ത് നോക്കി. ഹലോ സെലി, ആര് വന്നാലും കതക് തുറക്കരുത്, ഞങ്ങൾ ഇപ്പോൾ എത്തും. ഹലോ സെലി, കേൾക്കാമോ? ഹലോ. ഗബ്രിയേൽ ഞെട്ടിത്തെറിച്ച് ഫോൺ കട്ട് ചെയ്തു. അയാൾ ആദ്യം അടുക്കള വാതിലിലൂടെ പുറത്തിറങ്ങി. ഇടതുവശത്തേക്ക് തിരിഞ്ഞ അയാൾ കുറച്ചു നേരം ചിന്തിച്ചു നിന്ന ശേഷം വീണ്ടും അകത്ത് കയറി. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും ഇറങ്ങിയില്ലെങ്കിൽ താൻ പിടിക്കപ്പെടുമെന്ന ചിന്ത അയാളിൽ വെപ്രാളമുളവാക്കി. തന്റെ സഞ്ചിയിൽ നിന്നും കടാര കയ്യിലെടുത്ത് സെലീനയുടെ വലതു കൈകളിൽ അയാൾ മുറിവുണ്ടാക്കി. ആ നിമിഷം തന്നെ വീണ്ടും സെലീനയുടെ ഫോൺ റിങ് ചെയ്തു. അയാൾ ഭയപ്പെട്ടു. ഭയം മൂലം അയാളുടെ കൈ വിറച്ചു. റാന്തൽ താഴെ വീണ് പൊട്ടി. കടാര താഴെ വീണ് ഇരുട്ടിൽ മറഞ്ഞു. അടുത്ത മുറിവുകൾക്ക് ശ്രമിക്കാതെ അയാൾ അവളെ അടുക്കളയിലേക്ക് വലിച്ചഴിച്ചു. പെട്ടെന്ന് റോഡരികിൽ ഒരു വാഹനം വന്ന് നിൽക്കുന്ന ശബ്ദം അയാളുടെ കാതുകളിൽ മുഴങ്ങി. രക്ഷപ്പെടാൻ അയാൾ ആഗ്രഹിച്ചു. പക്ഷെ അവളുടെ മരണം അയാൾക്ക് പ്രിയപ്പെട്ടതായിരുന്നു. റോഡിൽ വന്നിറങ്ങിയ കോൺസ്റ്റബിൾ രാജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ടോർച്ചിന്റെയും മൊബൈലിന്റെയും വെളിച്ചത്തിൽ മുൻവാതിലിലൂടെ അകത്തേക്ക് പ്രവേശിച്ചു. എല്ലാ പോലീസുകാരും അകത്ത് കയറിയത് മനസ്സിലാക്കിയ ഗബ്രിയേൽ വീടിന്റെ വലതുവശത്തെ ചെടികൾക്കിടയിൽ നിന്നും അയാളുടെ കാറിന്റെ അരികിലേക്ക് പാഞ്ഞു. കാറിൽ കയറി കാർ സ്റ്റാർട്ട് ചെയ്തതും ASI ജീവനും സംഘവും വാഹനത്തിൽ വന്ന് മുന്നിൽ വട്ടം വെച്ചതും ഒന്നിച്ചായിരുന്നു. പോലീസ് അയാളെ വളഞ്ഞു. മഴയുടെ കരുത്തു കുറഞ്ഞിരുന്നു. അകത്ത് കയറിയ പോലീസിന്റെ കണ്ണിൽപ്പെട്ടത് ബോധരഹിതയായ മെഴ്സിയെയാണ്. മുഖത്ത് വെള്ളം തളിച്ച് ഉണർത്തിയെങ്കിലും അവൾക്ക് എന്താണ് നടന്നതെന്ന് പറയാൻ കഴിയുമായിരുന്നില്ല. പോലീസുകാർ അവരെ എടുത്ത് പുറത്തു കൊണ്ടുവന്ന് ആദ്യത്തെ വാഹനത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അതേ നിമിഷം തന്നെ അവിടേക്ക് അഖിലും സണ്ണിയും പാഞ്ഞെത്തി. വളഞ്ഞു നിന്നിരുന്ന പോലീസുകാർക്ക് നടുവിൽ വിലങ്ങണിച്ചു നിൽക്കുന്ന ഫാദർ ഗബ്രിയേലിനെ അഖിലും സണ്ണിയും കണ്ടു. സാർ, സെലീന മേഡത്തിനെ കാണാനില്ല. ASI ജീവൻ അത് പറഞ്ഞപ്പോൾ അഖിലും സണ്ണിയും ഞെട്ടി. സണ്ണി ഗബ്രിയേലിന്റെ കഴുത്തിൽ പിടിച്ചു. മറ്റുള്ള ഉദ്യോഗസ്ഥർ സണ്ണിയെ പിടിച്ചു മാറ്റി. താൻ പിടിക്കപ്പെടുമോ എന്ന വെപ്രാളപ്പെട്ടിരുന്ന ഗബ്രിയേൽ വീണ്ടും പഴയ തിളക്കം അനുഭവപ്പെട്ടു. എത്ര തവണ ചോദിച്ചിട്ടും ബൈബിൾ വാക്യമല്ലാതെ അവന് വേറെ ഉത്തരങ്ങളില്ല. വീട് മുഴുവനും പരിശോധിച്ചു. ജീവനത് പറയുമ്പോൾ ഏതോ പോലീസുകാരൻ മെയിൻ സ്വിച്ച് ഓണാക്കിയിരുന്നു. 4 പോലീസുകാർ അപ്പോഴും വീടിന്റെ ഉള്ളിൽ തിരച്ചില്ലായിരുന്നു. ഗബ്രിയേൽ ചെറുചിരിയോടെ നിന്നു. സെലീനയുടെ ചോര വാർന്നു പോകുന്നത് ഉൾക്കാഴ്ചയെ അയാൾ ആസ്വദിക്കുകയായിരുന്നു. എന്റെ സെലി എവിടെ? അഖിൽ ഗബ്രിയേലിന്റെ കണ്ണിൽ നോക്കി ചോദിച്ചു. സണ്ണി ആ സമയം തളർന്ന് വീടിന്റെ പടികളിലിരുന്നു. കൊല്ലരുത്. കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകുമെന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 21-ാം വാക്യം. ചോദ്യത്തിൽ ശ്രദ്ധിക്കാതെ ഗബ്രിയേൽ ഉച്ചത്തിൽ പറഞ്ഞു. എന്റെ സെലി എവിടെടാ? ഇത്തവണ അഖിലിന്റെ ചോദ്യത്തിൽ അമർഷം നിറഞ്ഞിരുന്നു. മനുഷ്യനെ കൊല്ലുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. മൃഗത്തെ കൊല്ലുന്നവൻ പകരം മൃഗത്തെ കൊടുക്കണം. ജീവന് പകരം ജീവൻ. വീണ്ടും ഗബ്രിയേൽ വാക്യങ്ങളിലൂടെ മറുപടി നൽകി. അഖിൽ അയാളുടെ കണ്ണിൽ തന്നെ നോക്കി. കോപം അണപൊട്ടി. മണ്ണിൽ നിന്നും എടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേരുന്നതുവരെ നെറ്റിയിലെ വിയർപ്പുകൊണ്ട് ഭക്ഷണം സമ്പാദിക്കും.
നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ മടങ്ങും. ഗബ്രിയേൽ അത് പറഞ്ഞപ്പോൾ അയാളുടെ മിഴികൾ ചെറുതായി വലത്തേക്കും പിന്നീട് താഴേക്കും പോയതായി അഖിൽ ശ്രദ്ധിച്ചു. അയാളുടെ വലത്, അഖിലിന്റെ ഇടത്. അഖിൽ വീടിന്റെ ഇടത്തേക്ക് നോക്കി. അവസാനത്തെ വാക്യങ്ങൾ അഖിലിന്റെ ചിന്തയിലുടക്കി. എന്തോ ആലോചിച്ച ശേഷം കണ്ണു നിറഞ്ഞ ദേഷ്യത്തോടെ മുന്നോട്ട് വന്ന് ഗബ്രിയേലിനെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി വീഴ്ത്തിയ ശേഷം വീടിന്റെ ഇടതുവശത്തുകൂടി അഖിൽ പിന്നിലേക്ക് ഓടി, അടുക്കള ഭാഗത്തേക്ക്. സണ്ണിയും 2 പോലീസുകാരും കാര്യം മനസ്സിലാകാതെ അഖിലിന്റെ പിന്നാലെ ഓടി. അടുക്കള ഭാഗത്തെ വേസ്റ്റ് കുഴി സ്ലാബിനാൽ മൂടപ്പെട്ടത് അഖിലിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. സണ്ണി, സെലി ഇതിലുണ്ട്. കണ്ണുകൾ നിറഞ്ഞ് പതറിയ ശബ്ദത്തിൽ അഖിൽ ഓടി വരുന്ന സണ്ണിയോടായി ഉച്ചത്തിൽ പറഞ്ഞു. അവനത് തള്ളി മാറ്റിയപ്പോൾ ബോധരഹിതയായി കിടക്കുന്ന സെലീനയെ കണ്ടു. കണ്ണുകൾ നിറഞ്ഞ അഖിൽ അതിലിറങ്ങി അവളെ കോരിയെടുത്ത് ഓടി വന്ന സണ്ണിയുടെയും സംഘത്തിന്റെയും കൈകളിലേക്ക് ഏൽപ്പിച്ചു. വർഷങ്ങൾക്കിപ്പുറം സണ്ണിയുടെ കൈകൾ അന്ന് ആദ്യമായി സഹോദരിയുടെ കൈകളിൽ വീണ്ടും തൊട്ടു. അവളുടെ വലത് കൈകളിൽ വീണ്ടും രക്തം വാർന്നുകൊണ്ടേയിരുന്നു. വീട്ടുമുറ്റത്ത് നിന്ന് പോലീസ് വാഹനങ്ങൾ 2 ദിശകളിലേക്ക് തിരിഞ്ഞു കുതിച്ചു. SI ജീവനും സംഘവും ഫാദർ ഗബ്രിയേലുമായി CB ഓഫീസിലേക്കും അഖിലും സണ്ണിയും സെലീനയുമായി ആശുപത്രിയിലേക്കും. ആഴ്ചകൾക്കിപ്പുറം സണ്ണിയുടെ വീട്. കാറിൽ നിന്നും ഇറങ്ങി കൈകൾ കോർത്തു പിടിച്ച് വീടിന്റെ പടികൾ കയറി വരുന്ന അഖിലും സെലീനയും. വാതിൽക്കൽ നിന്നിരുന്ന സണ്ണി 2 പേരെയും ചേർത്ത് പിടിച്ച് അകത്തേക്ക് പ്രവേശിക്കുന്നു. അന്നമ്മ ചേടത്തിയുടെയും ജാൻസിയുടെയും കണ്ണുകൾ സന്തോഷത്താൽ ഈറനണിഞ്ഞു. അഖിൽ സെലീനയെ ചേർത്ത് പിടിച്ച് ചുവരിലെ ഔസേപ്പച്ചന്റെ ചിത്രത്തിലേക്ക് അനുഗ്രഹത്തിനായി നോക്കി. വലത് കൈയാൽ അഖിലിന്റെ കരവും ഇടത് കൈയാൽ സണ്ണിയുടെ കരവും പിടിച്ച് സെലീന തനിക്ക് ലഭിച്ച കരുതലിൽ സന്തോഷിച്ചു. കഥ അവസാനിച്ചിരിക്കുന്നത് എങ്ങനെയുണ്ട്? അടിപൊളിയാണെന്ന് വിശ്വസിക്കുന്ന ലവ് യു ഓൾ. വീണ്ടും പുതിയ കഥയുമായി വരാം. ബൈ.